ഓക്കെ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ് നമ്മൾ. അപ്പോൾ എല്ലാവർക്കും തന്നെ ആദ്യം നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ UG അഡ്മിഷനുമായി ബന്ധപ്പെട്ട മൈത്രി നടത്തുന്ന ലൈവ് വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ആദ്യം തന്നെ UG കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങളും മറ്റും ഒരുപാട് സംശയങ്ങൾ ഗ്രൂപ്പിലും അല്ലാതെ ആയിട്ട് പേഴ്സണലി ഒക്കെ ചോദിക്കുന്നത് കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. നമ്മൾ പ്രസന്റേഷൻ നടത്തുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉത്തരം തരാൻ ശ്രമിക്കും. ആദ്യം തന്നെ നമ്മൾ കുറച്ചു നേരം ഒരു അരമണിക്കൂറോളം നമ്മൾ ബേസിക് ആയിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ UG കോഴ്സുകളെ സംബന്ധിച്ചും അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയറുകളെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഒരു Q&A സെക്ഷൻ വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അത് നമ്മൾ ഇവിടുന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരും മാക്സിമം. അങ്ങനെ നമുക്ക് ആരംഭിക്കാം നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ മൈത്രി കുടുംബത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മൈത്രി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു മലയാളി കൂട്ടായ്മയാണ്. ഏകദേശം 15-16 വർഷമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മലയാളി സംഘടനയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ കൊല്ലവും ഒരുപാട് പരിപാടികൾ, അത് തുടങ്ങുന്നത് അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് തന്നെയാണ്. അതിനുശേഷം വിദ്യാർത്ഥികളുടെ ഫ്രഷേഴ്സ്, സ്പോർട്സ്, ആർട്സ്, പിന്നെ ഒരുപാട് മലയാളികളുമായിട്ടുള്ള സെക്ഷൻസ്, ക്യൂസുകള്, അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ മൈത്രി നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും മൈത്രിയുടെ ഹെൽപ്പ് ഡെസ്കും അതേപോലെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സും. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈത്രിയുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാവരും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, നമ്മള് മൈത്രിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ മൈത്രി ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മലയാളി കൂട്ടായ്മയായ നമ്മുടെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് അമൽ കെ സൈമൺ നമുക്ക് തന്നത്. ഇനി നമുക്ക് എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി, എന്തൊക്കെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ, പ്രത്യേകതകൾ, മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് എന്തെല്ലാമാണ് ഇതിന് യുണീക്ക് ഫീച്ചേഴ്സ് ആയിട്ടുള്ളത് എന്നിത്യാദി കാര്യങ്ങൾ നമുക്ക് കുറച്ച് സമയം സംസാരിക്കാം. ആൾമോസ്റ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഒരു നീണ്ട ഒരു ഇന്ററാക്ഷനിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. എല്ലാവർക്കും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൂടെ ഒരു യാത്ര പോകാം എന്ന ഒരു മൂഡിൽ ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. DU എന്താണ് എന്ന് നല്ലൊരു കൺസെപ്റ്റോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് ഹവാസ് സുബ്ഹാൻ. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BSc ഹോണേഴ്സ് ഫിസിക്സ് അവസാന വർഷ വിദ്യാർത്ഥിയാണ്. മൈത്രി കൂട്ടായ്മയുടെ ട്രഷറർ ആണ്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് തുടങ്ങാം. നമുക്ക് അടുത്തൊരു സ്ലൈഡ് പരിശോധിച്ചാൽ വൈ ഡൽഹി യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ചോദ്യമാണ്. നമ്മളിപ്പോ പലരും +2 കഴിഞ്ഞ് ഇരിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞവരുണ്ടാകും. +1 ഉള്ളവരൊക്കെ നമ്മളെ ഈ ഒരു സൂം കോൺഫറൻസിൽ ഉണ്ടാവും. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ വളരെ ഡീപ്പായിട്ട് ആലോചിക്കുന്ന, പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണിത്. പലരും പറഞ്ഞിട്ടുണ്ടാവും ഡൽഹി യൂണിവേഴ്സിറ്റി നല്ലൊരു ഓപ്ഷൻ ആണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഡൽഹിയിൽപ്പെട്ട മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം മെറിറ്റ് ബേസ്ഡ് ആണ് അഡ്മിഷൻ. ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി എന്നതിന്റെ ഒരു കറക്റ്റ് പിക്ചർ ആണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളത് ശ്രമിക്കാം. എന്തായാലും എല്ലാവരെയും ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി നമ്മുടെ പ്രസന്റേഷനിലും അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലും ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഓക്കെ, വൈ ഡൽഹി യൂണിവേഴ്സിറ്റി? ആദ്യമായി പറയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്
മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ പോലെ ഒരു സെൻട്രലൈസ്ഡ് ക്യാമ്പസ് അല്ല. അതിനർത്ഥം ഒറ്റ ക്യാമ്പസ് ആയിട്ടല്ല ഡൽഹി യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. പകരം ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിലുള്ള കുറെ കോളേജുകൾ ഡൽഹിയിൽ മൊത്തമായിട്ടും വ്യാപിച്ചു കിടക്കുന്ന അങ്ങനെയുള്ള ഒരു മോഡ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. നമുക്ക് സ്ക്രീനിൽ കാണാം, യൂണിവേഴ്സിറ്റി സ്ട്രക്ചേർഡ് ഇൻ ടു നോർത്ത് ക്യാമ്പസ് ആൻഡ് സൗത്ത് ക്യാമ്പസ് ഹാവിംഗ് 91 കോളേജസ്. ഏകദേശം 91 കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിലുണ്ട്. അതിൽ തന്നെ 86 അക്കാഡമിക് ഡിപ്പാർട്ട്മെന്റും 16 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫാക്കൽറ്റീസും ഉൾപ്പെടുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി. ഇനി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ മാത്രം പ്രത്യേകതകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. കോളേജസ് ഹാവിംഗ് ഹയസ്റ്റ് റാങ്ക് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു NIRF. NIRF മുഖേന NIRF പ്രഖ്യാപിക്കുന്ന ഹയസ്റ്റ് റാങ്ക് കോളേജുകളുടെ ഏറ്റവും ഉയർന്ന റാങ്ക് ഉള്ള കോളേജുകളുടെ ലിസ്റ്റിൽ ആൾമോസ്റ്റ് ആദ്യത്തെ 10 എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള കോളേജാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിരണ്ട ഹൗസ് ആണ് കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് NIRF റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ളത്. അങ്ങനെ ആദ്യത്തെ 10ൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള കോളേജസ് ആണ് എന്നതാണ് ഏറ്റവും സവിശേഷമായിട്ടുള്ള പ്രത്യേകത. രണ്ടാമത് ഓഫേഴ്സ് ഓണേഴ്സ് ഡിഗ്രി വിച്ച് ഈസ് വാല്യൂർ ദാൻ നോർമൽ ഡിഗ്രി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്ന ഹോണേഴ്സ് ഡിഗ്രി ഡൽഹി യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നുണ്ട്. എന്താണ് ഈ ഹോണേഴ്സ് ഡിഗ്രി? നോർമൽ ഡിഗ്രിയേക്കാൾ എങ്ങനെയാണ് ഈ ഹോണേഴ്സ് ഡിഗ്രി വ്യത്യാസപ്പെട്ട് കിടക്കുന്നത്? നമ്മുടെ നാട്ടിലൊക്കെ ചില യൂണിവേഴ്സിറ്റികൾ, നമ്മളെ മഹാരാജാസ് കോളേജിലൊക്കെ ചില കോഴ്സുകൾ ഹോണേഴ്സ് കോഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. എന്നാലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ ആൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും ഹോണേഴ്സ് ഡിഗ്രി ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നാട്ടിൽ പഠിക്കുന്ന സാധാ നോർമൽ ഡിഗ്രിയേക്കാളും സിലബസ് നല്ല ഡെപ്തിലുള്ള സിലബസ് ആയിരിക്കും നമ്മുടെ ഓണേഴ്സ് ഡിഗ്രിക്ക് ഉണ്ടാവുക. അടുത്തൊരു പോയിന്റ്, എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ആംബിയൻസ് ഇൻ നാഷണൽ ക്യാപിറ്റൽ. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പഠിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു അഭിമാനമാണ്. എവിടെയാ പഠിക്കുന്നത്? ഡൽഹിയിലാണ്. ഡൽഹിയിൽ എവിടെ? ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തീർച്ചയായും അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പോ ആ ഒരു കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ ആംബിയൻസ് എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അടുത്തൊരു പോയിന്റ്, CBCS ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം സിലബി. ഇവിടുത്തെ സിലബസ് എന്ന് പറയുന്നത് CBCS മെത്തേഡിലാണ്. CBCSൽ നമുക്ക് കാണാൻ കഴിയും, നമ്മളിപ്പോൾ +2 കഴിഞ്ഞു, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു, നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കോഴ്സ് സെലക്ട് ചെയ്തതിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്തത് BSc ഓണേഴ്സ് ഫിസിക്സ് ആണ്. ഒരു സബ്ജക്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഡൽഹി യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അതായത് എനിക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി പഠിക്കണോ, ഹിസ്റ്ററി പഠിക്കാം. എനിക്ക് വേണമെങ്കിൽ സോഷ്യോളജി പഠിക്കണോ, അല്ല എനിക്ക് മാത്സ് പഠിക്കണോ, മാത്സ് പഠിക്കാം. ഒരു സബ്ജക്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് പഠിക്കാനുള്ള ഒരു ചോയ്സ് നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി കൺട്രി. രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികള് ഒരൊറ്റ ക്യാമ്പസിൽ, ഒരൊറ്റ കോളേജിൽ, ഫോർ എക്സാമ്പിൾ നമ്മളെ ക്ലാസ്സിലൊക്കെ ഒരൊറ്റ ബെഞ്ചിൽ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നല്ല രസമല്ലേ? ഇവിടെ നമ്മൾ മലയാളി ഉണ്ട്, ഇപ്പുറത്ത് ബംഗാളി ഉണ്ട്, അപ്പുറത്തൊരു ഹിന്ദിക്കാരുണ്ട്, അവിടെ ഒരു തമിഴുണ്ട്, ഓരോരുത്തരും ഓരോ ഭാഷകൾ സംസാരിക്കുന്നു. കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് തന്നെ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തൊരു പോയിന്റ്, ഗുഡ് ഫാക്കൽറ്റീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ്സ്. നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ കിടപിടിക്കുന്ന ഫാക്കൽറ്റീസും ഡിപ്പാർട്ട്മെന്റ്സും ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. നമുക്കറിയാം, ഓരോ കോളേജിലും സൊസൈറ്റികൾ ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള സൊസൈറ്റികൾ. ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡാൻസ് സൊസൈറ്റികൾ ഉണ്ട്, ലിറ്റററി സൊസൈറ്റികൾ ഉണ്ട്, അങ്ങനെ നിരവധി സൊസൈറ്റികൾ ഉണ്ട്. അതുപോലെ തന്നെ ഓരോ കോളേജുകളും ഓരോ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്, ആനുവൽ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഓരോ വർഷവും വ്യത്യസ്തമായിട്ടുള്ള ഫെസ്റ്റുകൾ നടത്താറുണ്ട്. ഓരോ സൊസൈറ്റികളും വ്യത്യസ്തമായിട്ടുള്ള ഫെസ്റ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതിലൊക്കെ നമുക്ക് ഏതിലാണോ താല്പര്യം അതിലൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം, അതിൽ പങ്കാളികളാവാം എന്നുള്ള അവസരമെല്ലാം ഡൽഹി യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വലിയൊരു കാര്യമാണ്. ഇനി അടുത്തൊരു സ്ലൈഡ് പരിശോധിച്ചാൽ ടോപ്പ് കോളേജസ് അണ്ടർ DU. നമ്മളിപ്പോ പലരും അപ്ലിക്കേഷൻ കൊടുത്തവരുണ്ടാവും, കൊടുക്കാൻ ഇരിക്കുന്നവരുണ്ടാവും, ഈ വെബിനാർ ഒന്ന് കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ടാവും. അവരുടെ മെയിൻ ആയിട്ടുള്ള സംശയം, ഞാൻ ഏത് കോളേജ് ചൂസ് ചെയ്യണം? അപ്ലിക്കേഷൻ ഇപ്പോ കോളേജ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഏത് കോളേജിൽ ഞാൻ പഠിക്കണം, ഏത് കോളേജിലാണ് ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് ഉള്ളത് എന്നുള്ള ഇത്യാദി സംശയങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഏറ്റവും ടോപ്പ് കോളേജുകളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു 91ഓളം കോളേജുകൾ ഉണ്ട്. അതിൽ നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ് ഡിവിഷൻ ഉണ്ട്.
അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കോളേജുകൾ, എല്ലാ കോളേജുകൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ട്, എല്ലാ കോളേജുകളും നല്ല ഹൈ റാങ്കിലുള്ള കോളേജസ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പൊസിഷനിൽ നിൽക്കുന്ന കോളേജുകളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നോർത്ത് ക്യാമ്പസിൽ സെന്റ് സ്റ്റീഫൻസ്, മിരണ്ട ഹൗസ്, SRCC, ഹിന്ദു കോളേജ്, ഹൻസ്രാജ് കോളേജ് തുടങ്ങി നോർത്ത് ക്യാമ്പസിൽ കുറച്ച് കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. സൗത്ത് ക്യാമ്പസ് പരിശോധിച്ചാൽ ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൻ, ശ്രീ വെങ്കടേശ്വര കോളേജ്, കമൽ നെഹ്റു കോളേജ്, ഗർഗി കോളേജ്, ഡൽഹി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് കൊമേഴ്സ് തുടങ്ങി കുറച്ച് കോളേജുകളുടെ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കുറച്ച് കോളേജുകളുടെ ലിസ്റ്റ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഏത് കോളേജ് ചൂസ് ചെയ്യണമെന്ന്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോളേജസ് ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു സ്ലൈഡ് കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, അടുത്തൊരു സ്ലൈഡ് നോക്കിയാൽ UG അഡ്മിഷൻ 2020-21. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ 2-3 ദിവസം മുമ്പാണ് അണ്ടർ ഗ്രാജുവേഷൻ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയത്. അപ്പോ 4-ാം തീയതി വരെയാണ്, ജൂലൈ 4 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസരം. അത് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നൊന്നും അറിയില്ല. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ് ജൂലൈ 4 വരെയാണ്. ഓരോ കോഴ്സിനും ഓരോ കാറ്റഗറിക്കും പെട്ട ഫീ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഫീസ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ, മെറിറ്റ് ബേസ് അത് ജനറൽ കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും 250 രൂപയാണ്. അത് തന്നെ SC ST PWD EWS കാറ്റഗറിക്ക് 100 രൂപയാണ്. അഡീഷണൽ രജിസ്ട്രേഷൻ ഫീ ഫോർ ECA സ്പോർട്സ്, ആരെങ്കിലും ECA അല്ലെങ്കിൽ സ്പോർട്സ് കാറ്റഗറിയിൽ കോഴ്സ് എടുക്കുന്നെങ്കിൽ, അപ്ലൈ ചെയ്യുന്നെങ്കിൽ അവർക്ക് 100 രൂപ അഡീഷണൽ ആയിട്ട് അവർക്ക് പേ ചെയ്യണം. അതുപോലെ തന്നെ ആരെങ്കിലും എൻട്രൻസ് ബേസ്ഡ് കോഴ്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഓരോ എൻട്രൻസ് കോഴ്സിനും 750 രൂപയാണ് നമുക്ക് അഡീഷണൽ രജിസ്ട്രേഷൻ ഫീ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ SC ST വിഭാഗങ്ങൾക്ക് 300 രൂപയായിട്ട് അത് കുറയും. പിന്നെ ഏതെങ്കിലും ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അഡ്മിഷൻ ക്യാൻസലേഷൻ ഫീ എന്ന് പറയുന്നത് 1000 രൂപയുമാണ്. സ്ക്രീനിൽ കാണുന്നുണ്ട്. വിശദമായിട്ട് നമ്മുടെ പ്രോസ്പെക്ടസിൽ നമുക്ക് തപ്പിയാൽ കിട്ടും. എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് മൈത്രിയുടെ അണ്ടറിൽ. അതിൽ സംശയങ്ങൾ ചോദിക്കാം, പലരും ചോദിക്കുന്നുണ്ട്. ഇനിയും ചോദിക്കാനുള്ളവർക്ക് എപ്പോഴും ചോദിക്കാം. നമ്മുടെ അഡ്മിൻസ് എപ്പോഴാണെങ്കിലും ഉത്തരങ്ങൾ തരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഓക്കെ, റിസർവേഷൻ കാറ്റഗറീസ്. നേരത്തെ ഞാൻ ഫീന്റെ കാര്യം സൂചിപ്പിച്ചപ്പോൾ കുറെ ജനറൽ, OBC, SC ST PWD EWS കാറ്റഗറികളൊക്കെ പറഞ്ഞു. അപ്പോ ആ പെട്ട കാറ്റഗറികളുടെ ഒരു ലിസ്റ്റ് ആണ് റിസർവേഷൻ കാറ്റഗറീസ്. ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന റിസർവ്ഡ് കാറ്റഗറീസ് ഏതൊക്കെയാണ്? ഒന്ന് SC ST CW PWD KM, OBC NCL EWS വാർഡ് കോട്ട. 4 എണ്ണാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നമുക്ക് ദൂരീകരിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എല്ലാവർക്കും ആൾമോസ്റ്റ് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഏതൊക്കെയാണ് റിസർവേഷൻ കാറ്റഗറി ഉള്ളതെന്നൊക്കെ. ഓക്കെ, ഇതിൽ പെടുന്ന പലരും നമ്മുടെ സൂം കോൺഫറൻസിൽ പങ്കെടുക്കുന്നവരുണ്ട്. പലരും ഓരോ കാറ്റഗറി ആയിരിക്കും ഇവിടെ. ചിലർ SC ST ആയിരിക്കും, ചിലർ OBC ആയിരിക്കും, ചിലർ EWS കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കും. ഏത് കാറ്റഗറിയിലാണോ പെടുന്നവർ അവർ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ അവർക്ക് ആ റിസർവേഷൻ അവൈൽ ആവുകയുള്ളൂ, ആ റിസർവേഷൻ അവർ യോഗ്യരാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാം. ഓക്കെ, ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ UG അഡ്മിഷൻ. UG അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സിന്റെ ഒരു 7 ഡോക്യുമെന്റ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഈ പോസ്റ്റർ നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മൈത്രി ഇറക്കിയ ഒരു പോസ്റ്ററാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ. നമ്മൾ അപ്ലൈ ചെയ്യുന്നവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് 10 എക്സാമിനേഷൻ ബോർഡ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ 10ാം ക്ലാസ് പാസ്സായ ബോർഡ് സർട്ടിഫിക്കറ്റ് നമ്മുടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ക്ലാസ് 12 എക്സാമിനേഷൻ ബോർഡ് സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യണം. പക്ഷേ പലർക്കും ഇപ്പോഴും റിസൾട്ട് വന്നിട്ടില്ല. അപ്പോ റിസൾട്ട് അവൈറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഇപ്പോൾ അപ്ലിക്കേഷൻ പോർട്ടലിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു 12ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് കാറ്റഗറിയിലാണോ ഉൾപ്പെടുന്നത്, SC ST കാരാണെങ്കിൽ അവരുടെ കാറ്റഗറി ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞ് അവരുടെ പേരുള്ള ഏതെങ്കിലും ഒരു കോമ്പറ്റന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് അത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. OBC കാരാണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കേണ്ടതുണ്ട്. ഈ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് അതിന്റെ ക്രൈറ്റീരിയകളും അതിന് ചെറിയ കുറച്ച് പിന്നെ അതിൻ്റെതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട്. അത് ഞാൻ വിശദമായിട്ട് പറയാം. EWS സർട്ടിഫിക്കറ്റ്, EWS കാറ്റഗറിയിൽ ആരെങ്കിലും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അവർ EWS സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. പിന്നെ ECA ആൻഡ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ്, അത് ECA അല്ലെങ്കിൽ സ്പോർട്സ് കാറ്റഗറി വഴി ആരെങ്കിലും
അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ അവര് അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതുണ്ട്. ഓക്കെ, BFS നമ്മള് +2 എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, എടാ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് ഇല്ല, അവിടെ മെറിറ്റ് ബേസ്ഡ് ആണ് അഡ്മിഷൻ, അവിടെ ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 4 വിഷയങ്ങളുടെ മാർക്കേ നോക്കുള്ളൂടാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പലർക്കും സംശയമായിട്ടുണ്ടാവും, അതെങ്ങനെയാണ് 4 വിഷയങ്ങളുടെ, അതും ബെസ്റ്റ് 4 സബ്ജക്ട്, അതാണ് BFS കൊണ്ട് അർത്ഥമാക്കുന്നത്. What is BFS? Best 4 subjects. That means combination of 4 subjects of list A and B for various courses. നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത്, ഏത് കോഴ്സാണോ നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്, എല്ലാ കോഴ്സിന്റെയും ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മുടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ +2-വിൽ നമുക്ക് കിട്ടിയ ഏറ്റവും കൂടുതൽ മാർക്കുള്ള 4 വിഷയങ്ങൾ മാത്രമേ നമ്മൾ പരിഗണിക്കേണ്ടതുള്ളൂ. സയൻസ് വിഷയങ്ങൾക്കാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഈ 3 വിഷയങ്ങളാണ് പരിഗണിക്കുക. അപ്പൊ ആർട്സ് വിഷയങ്ങൾക്കൊക്കെ, കൊമേഴ്സ് വിഷയങ്ങൾക്കൊക്കെ BFS-ഉം, സയൻസ് വിഷയങ്ങൾക്ക് PCM, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 വിഷയങ്ങളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ഇവിടെ പറയുന്നുണ്ട് ലിസ്റ്റ് A and B. എന്താണ് ഈ ലിസ്റ്റ് A ആൻഡ് ലിസ്റ്റ് B എന്നാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. ലിസ്റ്റ് A ലാംഗ്വേജ് സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറെ ലാംഗ്വേജിന്റെ ലിസ്റ്റ് നമുക്ക് സ്ക്രീനിൽ കാണാം. ആസാമീസ് കോർ, ആസാമീസ് എലക്ടീവ്, ബംഗാളി കോർ, ബംഗാളി എലക്ടീവ്, ബോഡോ കോർ, ബോഡോ എലക്ടീവ് എന്നൊക്കെ പറഞ്ഞ് അതിൽ നമ്മുടെ മലയാളം ഉണ്ട്, കന്നഡ ഉണ്ട്, കാശ്മീരി ഉണ്ട്, കൊങ്കണി ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജുകൾ കാണിക്കുന്ന ലാംഗ്വേജ് സബ്ജക്ട്, അതന്നെ ലിസ്റ്റ് A1 ആൻഡ് ലിസ്റ്റ് A2. A1-ഉം A2-ഉം നമുക്ക് ലിസ്റ്റ് എയിൽ പെടുന്നുണ്ട്. ഇതാണ് ലിസ്റ്റ് A. എന്താണ് ലിസ്റ്റ് B? ലിസ്റ്റ് B കാണിക്കുന്നുണ്ട്, ഇതാ അക്കൗണ്ടൻസി, ആന്ത്രോപോളജി, ബയോളജി ഓർ ബയോകെമിസ്ട്രി ഓർ ബയോടെക്നോളജി, ഇങ്ങനെ കുറെ കോഴ്സുള്ള ലിസ്റ്റ് B-യും നമുക്ക് കാണിക്കുന്നുണ്ട്. എന്താണ് ഈ ലിസ്റ്റ് A ആൻഡ് ലിസ്റ്റ് B? അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ BFS കാൽക്കുലേഷന്റെ സമയത്ത് ഏതെങ്കിലും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ ഹിസ്റ്ററിക്കാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഹിസ്റ്ററി, BA ഹോണേഴ്സ് ഹിസ്റ്ററിക്ക് എന്തെല്ലാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്? നമ്മൾ പ്രോസ്പെക്ടസ് എടുക്കുന്നു. പ്രോസ്പെക്ടസ് നമുക്ക് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ DUവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ DU അണ്ടർ ഗ്രാജുവേഷൻ ബുള്ളറ്റിൻ നമുക്ക് കിട്ടും. അവിടെ നോക്കിയാൽ ഓരോ കോഴ്സിനും അതിനാവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് കാണാം. ഫോർ എക്സാമ്പിൾ BA ഹോണേഴ്സ് ഹിസ്റ്ററി നോക്കുകയാണ്, അതിൽ നമുക്ക് കാണാൻ കഴിയും 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A. ഓക്കെ, 1 ലാംഗ്വേജ് ഫ്രം ലിസ്റ്റ് A. അപ്പൊ നമ്മൾ ലിസ്റ്റ് A എങ്ങനെ എടുത്ത് നോക്കുന്നു? ഓക്കെ, ഞാൻ മലയാളം പഠിച്ചിട്ടുണ്ട്, അത് ലിസ്റ്റ് എയിൽ പെട്ടൊരു സബ്ജക്റ്റ് ആണ്. പക്ഷെ അതിൽ മെൻഡാറ്ററി ആയി പറയുന്നു 1 ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി. ഇംഗ്ലീഷ് ഓർ ഹിന്ദി നമ്മൾ തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു സബ്ജക്ട്. അപ്പൊ ഇംഗ്ലീഷ് എല്ലാവരും പഠിക്കുന്നുണ്ട്, അപ്പൊ ഇംഗ്ലീഷ് എടുക്കുന്നു. ബാക്കി അവർ പറയുന്നു other 3 അക്കാഡമിക് ഓർ എലക്ടീവ് ലാംഗ്വേജ് സബ്ജക്ട്സ് ഫ്രം ലിസ്റ്റ് A ഓർ ലിസ്റ്റ് B. ഓക്കെ, അപ്പൊ നമ്മൾ ലിസ്റ്റ് എയിൽ നിന്നും ലിസ്റ്റ് ബിയിൽ നിന്നും പഠിച്ച ബാക്കി 3 വിഷയങ്ങൾ നോക്കുന്നു. അപ്പോ ഹിസ്റ്ററി എടുക്കാനുള്ള ഒരാള് ഇംഗ്ലീഷ് ഓർ ഹിന്ദി മെൻഡാറ്ററി ആയിട്ട് അതിലേതെങ്കിലും ഒന്ന് പഠിച്ചിരിക്കണം. അപ്പൊ അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും +2-വിൽ. അപ്പൊ ഇംഗ്ലീഷ് എടുത്തു. പിന്നെ അവൻ എടുക്കേണ്ടത് ലിസ്റ്റ് എയിൽ നിന്നും ലിസ്റ്റ് ബിയിൽ നിന്നും ബാക്കി 3 സബ്ജക്ട്സ് ആണ്. അപ്പൊ അവൻ പഠിച്ചത് ഇങ്ങനെ നോക്കുന്നു. ഓക്കെ, ഞാൻ ജോഗ്രഫി പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെയുള്ള എക്കണോമിക്സ് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഹിസ്റ്ററിയും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അത് 3ഉം എടുക്കുന്നു. അങ്ങനെ അവന് ആ കോഴ്സ്, ആ പെർസെന്റേജ് മീറ്റ് ചെയ്താൽ ആ കോഴ്സിന് അവൻ അർഹനാണ് എന്നർത്ഥം. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ നമുക്ക് സംസാരിക്കാം. എനിക്കറിയാം പലർക്കും ഡൗട്ട് ഉണ്ട്, അവരുടെ കോഴ്സുമായി റിലേറ്റ് ചെയ്തിട്ടും ഏതെല്ലാം കോഴ്സ് എടുക്കാം, ഏതെല്ലാം 4 വിഷയങ്ങളാണ് എടുക്കുക, സയൻസുകാർക്ക് 3 വിഷയം എടുക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കുറച്ച് കാര്യങ്ങൾ ടു ബി നോട്ടഡ്. ഓൺലി +2 മാർക്ക് ഈസ് ആഡഡ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, +2 മാർക്ക് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ +2 സർട്ടിഫിക്കറ്റിൽ +1 ആൻഡ് +2 സ്റ്റേറ്റ് ബോർഡിന്റെ സർട്ടിഫിക്കറ്റിൽ +1 +2 വ്യത്യസ്തമായിട്ട് രണ്ടും വേറെ വേറെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്നിച്ചാണ് അഗ്രിഗേറ്റ് സ്കോർ കൊടുത്തിട്ടുള്ളത്. CBSE പോലെ +1-ന് ടോട്ടൽ +2-ന് ടോട്ടൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പൊ അതിൽ +2 മാർക്ക് മാത്രമാണ് ആഡ് ചെയ്യുക. +1 മാർക്ക് നമ്മൾ പരിഗണിക്കുകയേ ഇല്ല. ഓക്കെ, അടുത്തത് CE മാർക്ക് ഈസ് എക്സ്ക്ലൂഡഡ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ മാർക്ക് നമ്മൾ പരിഗണിക്കുന്നില്ല ഡൽഹി യൂണിവേഴ്സിറ്റി. അടുത്തൊരു പോയിന്റ് 70:30 കൺവേർഷൻ ഫോർ തിയറി ഈസ് പ്രാക്ടിക്കൽ. എന്താണ് ഈ 70:30 കൺവേർഷൻ? പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഉള്ള വിഷയങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ കെമിസ്ട്രി
ഒരു കുട്ടി പഠിച്ചിട്ടുണ്ട്, +2 സയൻസ് പഠിച്ച ഒരു കുട്ടി കെമിസ്ട്രിക്ക് പ്രാക്ടിക്കൽ ഉണ്ടല്ലോ. പ്രാക്ടിക്കൽ വിഷയങ്ങളുള്ള വിഷയങ്ങളിൽ അവൻ പഠിക്കുന്നത് നാട്ടിലെ സ്റ്റേറ്റ് ബോർഡിന്റെ അണ്ടറിൽ 60 മാർക്കിന് ആണ് തിയറി എക്സാം എഴുതുന്നത്. ബാക്കി 40 മാർക്കിനാണ് അവൻ പ്രാക്ടിക്കൽ എക്സാം എഴുതുന്നത്. അപ്പോ 60:40 എന്നുള്ള റേഷ്യോയിലാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡ് മാർക്ക്, അതായത് സ്കോർ എക്സാം നടത്തുന്നത്. ആ ഒരു മാർക്ക് 60:40 എന്നുള്ളത് 70:30 കൺവേർട്ട് ചെയ്യും. അപ്പൊ ചെറിയൊരു വേരിയേഷൻ പെർസെന്റേജിൽ ഉണ്ടാകും എന്നർത്ഥം. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അഡ്മിൻസ് ഈ കോൺഫറൻസിലുണ്ട്, ഹെൽപ് ഡെസ്ക് ഗ്രൂപ്പുകളിലൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. എപ്പോഴും നമുക്ക് റിപ്ലൈ തരാൻ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഫോർ സയൻസ് സബ്ജക്ട് നേരത്തെ ഞാൻ പറഞ്ഞു PCM ഓർ PCB, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയങ്ങളാണ് പരിഗണിക്കുക. ഇനി മാത്സ് ഈസ് കമ്പൽസറി ഫോർ BCom ഓണേഴ്സ് ആൻഡ് എക്കണോമിക്സ് ഓണേഴ്സ്. BCom ഓണേഴ്സോ അല്ലെങ്കിൽ എക്കണോമിക്സ് ഓണേഴ്സോ ആരെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് മാത്സ് നിർബന്ധമായിട്ടും +2 പഠിച്ചിരിക്കണം. മാത്സ് നിർബന്ധമായിട്ടും +2 പഠിച്ച ഒരാൾക്ക് BCom ഓണേഴ്സോ അല്ലെങ്കിൽ BA എക്കണോമിക്സ് ഓണേഴ്സോ എടുക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് ഷോയിങ് ടൈറ്റിൽ ആൻഡ് കണ്ടന്റ് ഈക്വലൻസ്, അത് ഈക്വലൻസ് സർട്ടിഫിക്കറ്റിന്റെ കേസാണ്. അതായത് ചില വിഷയങ്ങൾക്ക് നമ്മുടെ സ്റ്റേറ്റ് ബോർഡിന്റെയും CBSEയുടെയും സബ്ജക്ട്സുകൾ പരിശോധിച്ചാൽ ചിലപ്പോൾ ടൈറ്റിലിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ മാത്തമാറ്റിക്സും മാത്തമാറ്റിക്കൽ സയൻസ് അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ രണ്ട് സബ്ജക്റ്റും സെയിം തന്നെയാണ് എന്ന് കാണിക്കുന്ന ഒരു ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് ആണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുക, അത് ഏത് സബ്ജക്റ്റിനൊക്കെയാണ് ആവശ്യമുള്ളത്, നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വിശദമായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഇനി UG അപ്ലിക്കേഷൻ പോർട്ടൽ, ഞാൻ പറഞ്ഞ പോലെ പലരും അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞവരുണ്ട്, പലരും കൊടുക്കാനിരിക്കുന്നവരുണ്ട്. ഈ വെബിനാർ കഴിഞ്ഞ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരൊക്കെ ഉണ്ട്. എങ്ങനെയാണ് UG അപ്ലിക്കേഷൻ പോർട്ടൽ വഴി അണ്ടർ ഗ്രാജുവേഷൻ കോഴ്സിന് അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം നമുക്കൊന്ന് ബ്രീഫായിട്ട് പരിശോധിക്കാം. ലാപ്ടോപ്പിൽ ഗൂഗിളിൽ www.du.ac.in അതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിന്റെ നമ്മളത് കൊടുക്കുന്നു, ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നു. അതിൽ UG അഡ്മിഷൻ 2020 എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നു. അത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് കാണാം. എന്തായാലും എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇംഗ്ലീഷിലാണ് നമ്മൾ ചെയ്തത്. അതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൊടുക്കുന്ന വീഡിയോ നമ്മുടെ മൈത്രി DU യൂട്യൂബ് ചാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ ലിങ്ക് നമ്മുടെ ഹെൽപ് ഡെസ്ക് ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആണ്. എന്തായാലും വിശദമായിട്ടുള്ള വീഡിയോ അവിടെ ഉണ്ട്. എന്നാലും ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം പെട്ടെന്ന്. അങ്ങനെ നമ്മുടെ വിൻഡോ കിട്ടി. അഡ്മിഷൻ കൊടുക്കാനുള്ള ആദ്യത്തെ വിൻഡോ നമ്മൾ കണ്ടു. അതിന്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ന്യൂ രജിസ്ട്രേഷൻ നോക്കി ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള അപ്ലിക്കൻസ് ഫുൾ നെയിം, അതുപോലെ തന്നെ അപ്ലിക്കൻസ് ഇമെയിൽ, എൻ്റർ അപ്ലിക്കൻസ് ഇമെയിൽ, പാസ്വേഡ് കൊടുക്കുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ പ്രോസസ് ആണ് നമ്മൾ ഇതുവഴി നമ്മൾ നടത്തുന്നത്. ഓക്കെ, നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഇമെയിലും നമ്മൾ കൊടുത്ത പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ അപ്ലിക്കേഷൻ പോർട്ടൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. ഈ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം അതിപ്പോ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയുടെ പേര് അനന്ത കൃഷ്ണൻ AR. അനന്ത എന്നുള്ളത് ഫസ്റ്റ് നെയിം ആണ്. മിഡിൽ നെയിം അവന്റെ കൃഷ്ണ എന്നുള്ളത് മിഡിൽ നെയിം ആണ്. ലാസ്റ്റ് നെയിം അവന്റെ AR ആണ്. അനന്ത കൃഷ്ണ AR. ചിലരുടെ പേര് ലാസ്റ്റ് നെയിം ഉണ്ടാവില്ല. ലാസ്റ്റ് നെയിം ഇല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ബ്ലാങ്ക് ആക്കി വിടാം. മിഡിൽ നെയിം ഉണ്ടാവില്ല പലർക്കും, മിഡിൽ നെയിം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിടാം. അതൊക്കെ പേരിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസ് വഴി നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും, മദേഴ്സ് ഡീറ്റെയിൽസ്, ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ഓപ്ഷൻ ദാറ്റ് ഈസ് അക്കാഡമിക്സ്. നമ്മുടെ അക്കാഡമിക്സ് നമ്മൾ +2 പഠിച്ച ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഏതാണ്, റിസൾട്ട് സ്റ്റാറ്റസ്, അവിടെ നമ്മൾ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ടിന്റെ മാർക്കിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. വരാത്തവരാണെങ്കിൽ അവൈറ്റഡ്, ഞാനിവിടെ കണ്ടല്ലേ, ഞാനിവിടെ അവൈറ്റഡ് എന്നുള്ള ഓപ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, സ്ക്രീനിൽ കാണാം. ഓക്കെ, അവൈറ്റഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം.
വന്നവരാണെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയ ആളുകളാണെങ്കിൽ അവർക്ക് മാർക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മള് നമ്മുടെ +2 പഠിച്ച എഡ്യൂക്കേഷണൽ ബോർഡിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ആൻഡ് നെക്സ്റ്റ് സ്ലൈഡ് നമ്മൾ പരിശോധിച്ചാൽ എൻട്രൻസ്, അതായത് എൻട്രൻസ് ടെസ്റ്റിന് എൻട്രൻസ് ബേസ്ഡ് കോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അവിടെ നമ്മൾ യെസ് കൊടുത്താൽ ഏതൊക്കെ കോഴ്സിനാണ് എൻട്രൻസ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഞാൻ ഈ വരച്ച ഇതൊന്ന് അൺഡു ചെയ്യട്ടെ. ഓക്കെ, ഫൈൻ. അങ്ങനെ നമ്മൾ എൻട്രൻസ് ഓപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ എൻട്രൻസ് ഓപ്റ്റ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ നമ്മൾ നോ കൊടുത്ത് മൂവ് ചെയ്യുന്നു. സ്പോർട്സ്, ആരെങ്കിലും സ്പോർട്സ് കാറ്റഗറി വഴി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടവർക്കാണ് ഈ സ്പോർട്സ് എന്നുള്ള ഓപ്ഷൻ. സ്പോർട്സിന്റെ കാര്യത്തിൽ പ്രത്യേകമായി പറയാനുള്ളത്, നാഷണൽ ലെവലിൽ പങ്കെടുത്ത ഏതെങ്കിലും സ്പോർട്സ് ഐറ്റം ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റേറ്റ് ലെവലും അപ്ലോഡ് ചെയ്യാം, പക്ഷേ ഒന്നുകൂടി പ്രിഫറൻസ് അവർ കൊടുക്കുക നാഷണൽ ലെവലിൽ പങ്കെടുത്ത സ്പോർട്സ് ഐറ്റംസിനാണ്. ആ സർട്ടിഫിക്കറ്റിനാണ് വാല്യൂ കൂടുതലുള്ളത്. അപ്പോൾ നാഷണൽ ലെവലിൽ ആരും പങ്കെടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഈ നമ്മളെ നാട്ടിൽ സബ് ജില്ലാ തലങ്ങളിൽ അതിലൊന്നും പ്രത്യേകിച്ച് വാല്യൂ ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുക്കുന്നില്ല. നാഷണൽ ലെവൽ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ECA കാറ്റഗറിയും ഇതുപോലെ തന്നെ. NSS ഓർ NCC ഈ വർഷം കോവിഡ് പശ്ചാത്തലത്തിൽ ബാക്കിയുള്ള ECA കാറ്റഗറി എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി. NSS ആൻഡ് NCC ഈ കാറ്റഗറി മാത്രമേ ECA ഓപ്ഷനിൽ കൊടുക്കുന്നുള്ളൂ. എന്താണ് ECA? ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഈ NCCയുടെയും NSSന്റെയും കേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാഷണൽ ലെവലിൽ ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റ്, നാഷണൽ ലെവൽ എന്തെങ്കിലും ക്യാമ്പിലോ നാഷണൽ ലെവൽ എന്തെങ്കിലും കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. സാധാ നമ്മളെ നാട്ടിലൊക്കെ പലരും NSSലോ NCCയിലൊക്കെ ഉണ്ടാവും നമ്മുടെ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ലോക്കൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്. അതായത് NSS നമ്മുടെ നോർമൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് വാല്യൂ കൂടുതൽ ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, അടുത്തൊരു ഓപ്ഷൻ അപ്ലോഡ്സ് ഓപ്ഷൻ ആണ്. നമുക്ക് വേണ്ട നമ്മുടെ ഫോട്ടോ, ഞാൻ എന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അടുത്തത് എന്റെ സൈന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്ലോഡ് സെക്ഷനിൽ പോയാൽ ഇതൊക്കെ കാണാം. ഇനി ഈ ഒരു അപ്ലോഡ് സെക്ഷനിൽ നിങ്ങൾ OBC ചൂസ് ചെയ്ത ആളുകളാണെങ്കിൽ അവിടെ NCL സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. ഞാൻ ഈ ആപ്ലിക്കേഷനിൽ ജനറൽ സെലക്ട് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ ഓപ്ഷൻ കാണാത്തത്. ഓക്കെ, അതിന് SC/ST കാരാണെങ്കിൽ SC/ST സർട്ടിഫിക്കറ്റ്, അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ്. EWS കാർക്കും ബാക്കി ഏത് കാറ്റഗറി റിസർവ്ഡ് കാറ്റഗറിയിൽ പെട്ട ആളുകൾക്കും അവർ ഓപ്റ്റ് ചെയ്തെങ്കിൽ അവർക്ക് ആ ഓപ്ഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്ലോഡ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷന്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് ഡാറ്റ ഒന്നിച്ച് കാണുന്ന ഒരു പേജാണ് പ്രിവ്യൂ. അതിൽ പോയാൽ നമ്മൾ എന്തൊക്കെ കൊടുത്തു, നമ്മളെ പേരൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ ഒന്നുകൂടി റീചെക്ക് ചെയ്യാം. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണല്ലോ, നമ്മുടെ ആധാർ നമ്പർ കറക്റ്റ് ആണല്ലോ ഒന്നൊക്കെ റീചെക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാം. അങ്ങനെ ഫൈനൽ സബ്മിഷനിൽ നമ്മൾ പേയ്മെന്റ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ അപ്ലിക്കേഷന്റെ ഫസ്റ്റ് പടി, അതായത് ഇപ്പൊ റിസൾട്ട് കൊടുക്കാത്തവരാണെങ്കിൽ പിന്നീട് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഇപ്പൊ നമ്മൾ ഇത്രയും ചെയ്തു വെച്ചാൽ മതി എന്നർത്ഥം. അപ്പൊ ജൂലൈ 4-നാണ് അവസാന തീയതി. അതിന് മുമ്പായിട്ട് എല്ലാ UG ആസ്പിറൻസും അപ്ലൈ ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ്. ഇതിൽ നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI ഇതേത് പേയ്മെന്റ് ബോർഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ അപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞു. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ റിസൾട്ട് അവൈറ്റിംഗ് ആയവർക്ക് മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ വരും. അതൊക്കെ ടൈം എടുത്താണ് വരിക. എപ്പോഴാണോ വരുന്നത് ആ ഓൺ ദി സ്പോട്ടിൽ നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളിൽ അപ്ഡേഷൻസ് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ അപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞു. നിങ്ങൾ സങ്കല്പിക്കുക, നമ്മുടെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കോഴ്സിന് നമ്മൾ അഡ്മിഷൻ കിട്ടി. നമ്മൾ അങ്ങനെ നാട്ടിൽ നിന്നും ട്രെയിൻ വഴിയോ ഫ്ലൈറ്റ് വഴിയോ ഡൽഹിയിൽ വന്ന് ഇറങ്ങി. അങ്ങനെ നമുക്ക് അടുത്ത ഒരു താമസ സൗകര്യം നമുക്ക് നോക്കേണ്ടതുണ്ട്. ഹോസ്റ്റൽ സൗകര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കോളേജുകൾ മാത്രമേ ഹോസ്റ്റലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഏതൊക്കെ കോളേജിലാണ് ഹോസ്റ്റൽ ഉള്ളത് എന്നുള്ള ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഏകദേശം 20ഓളം കോളേജുകളിലാണ് ഹോസ്റ്റൽ ഉള്ളത്. അതിൽ മെയിലിന് ഫീമെയിലിന് വ്യത്യസ്തമായിട്ടുള്ള ആർക്കൊക്കെയാണ് ഹോസ്റ്റൽ ഉള്ളത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി കാണാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്കും ഹോസ്റ്റൽ ഉള്ളതും
സ്ക്രീനിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഹോസ്റ്റലിന്റെ ഒരു ഏതൊക്കെ കോളേജിനാണ് ഹോസ്റ്റൽ എന്ന് കാണിക്കുന്നുണ്ട്. മറ്റൊന്ന് ഗേൾസ് ഹോസ്റ്റൽ. ഈ കോളേജിലല്ലാത്ത കോളേജിന്റെ പുറത്തുള്ള മറ്റ് 2 ഹോസ്റ്റലുകളാണ്. ഒന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ഹോസ്റ്റൽ ഫോർ ഗേൾസ്, പിന്നെ ഒന്ന് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഹൗസ് ഫോർ വിമൻ. ഇങ്ങനെ ഹോസ്റ്റലുകള്, കുറച്ച് ഹോസ്റ്റലുകളൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടറിലുണ്ട്. എങ്ങനെയാണ് ഈ ഹോസ്റ്റലിലുള്ള ഫീ എന്നൊക്കെ ചോദിച്ചാല് ആനുവലി വർഷത്തിൽ ഒരു 60,000 മുതൽ 80,000 ഫീ ഒക്കെയാണ്. എന്നാലും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നോക്കിയാൽ ഹോസ്റ്റൽ ഫെസിലിറ്റി വളരെ കുറവാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. കൂടുതൽ മെജോറിറ്റി ആളുകളും നമ്മുടെ മലയാളീസ് ആണെങ്കിലും കൂടുതൽ പേരും പുറത്ത് ഒരു ഫ്ലാറ്റ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ ഒരു പേയിങ് ഗസ്റ്റ് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 3-4 പേരൊക്കെ ഒന്നിച്ച് ഷെയർ ഇട്ട് ഒന്നിച്ച് റെന്റ് കൊടുത്ത് സെൽഫ് കുക്കിംഗ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന രീതി. അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റ്. എന്താണ് പേയിങ് ഗസ്റ്റ്? പേയിങ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് മോഡൽ തന്നെ ഒരു സംവിധാനം നമുക്ക് ചെയ്തു തരും. ഫുഡൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും, അവർക്ക് കുറച്ച് റെന്റ് കൊടുക്കണം എന്ന് മാത്രം. അപ്പോ ഈ പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും ഒരു ആവറേജ് ഒരു 8,000 മുതൽ 10,000 വരെ ചെലവൊക്കെ വരുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ ആണ്, പേഴ്സണലി ചെലവുകൾ ഡിപ്പെൻഡ് ആണ്. അപ്പോ ഏകദേശം ഒരു എക്സ്പെൻസിന്റെ ഒരു ചെലവിന്റെ ഒരു കണക്കാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഓക്കെ, കൂടുതൽ ഹോസ്റ്റൽ റിലേറ്റഡ് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പ്രോസ്പെക്ടസ് പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി അപ്ലിക്കേഷൻ മുതൽ ഇവിടെ വന്നിറങ്ങി താമസ സൗകര്യങ്ങൾ വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രസന്റേഷനിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇനി എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ ചാറ്റ് ബോക്സിൽ കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതിനുള്ള മറുപടികൾ കൊടുക്കുന്നുണ്ടാവും നമ്മുടെ അഡ്മിൻസ്. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരികയാണ്. അതിനു മുൻപ് നമ്മുടെ അഡ്മിൻസിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അമൽ. കേൾക്കാം. നിലവില് ഹവാസ് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുകയുണ്ടായി. അപ്പോ കൂടുതൽ കാര്യങ്ങൾ നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മൈനോറിറ്റി കോളേജുകൾ, സെന്റ് സ്റ്റീഫൻ അതേപോലെ JMC മുതലായ മൈനോറിറ്റി കോളേജുകളിലേക്ക് വേറെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരുടെ അഡ്മിഷൻ തുടങ്ങുന്നത് ഈ ജൂൺ 30-നാണ്. അപ്പോൾ അന്നേ ദിവസം പോർട്ടല് ഓപ്പൺ ആയിരിക്കും, നിങ്ങൾക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാം. അതിന് സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ പ്രോസ്പെക്ടസും കാര്യങ്ങളും നിലവിൽ വന്നിട്ടില്ല, അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും. പിന്നെ കുറച്ച് പേര് ചോദിക്കുകയുണ്ടായി സ്കോളർഷിപ്പുകളുടെ കാര്യം എന്തെങ്കിലും ഉണ്ടോ, ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോന്ന്. അപ്പോ ഒരുപാട് സ്കോളർഷിപ്പുകളൊന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിലില്ല. അപ്പോ സെൻട്രൽ ഗവൺമെന്റിന്റെയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെയും സ്കോളർഷിപ്പുകളാണ് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ അപേക്ഷിക്കാറും കിട്ടാറുമുള്ളത്. പിന്നെ ചില ബുക്ക് ഗ്രാൻസ് ഒക്കെ പല കോളേജുകളും കൊടുക്കാറുണ്ട്. അതിന് പുറമെ ഒരുപാട് സ്കോളർഷിപ്പുകളൊന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇല്ല എന്നുള്ളൊരു സത്യമാണ്. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ. 2-3 വർഷമായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മലയാളി കൂട്ടായ്മയായ മൈത്രി മലയാളി വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ കൊല്ലവും നമ്മൾ 10ഓളം വിദ്യാർത്ഥികൾക്ക് ആ സ്കോളർഷിപ്പ് എമൗണ്ട് കൊടുത്തു പോരുന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയേണ്ടതുണ്ടെങ്കിൽ നമുക്ക് Q&A സെക്ഷൻ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. തുടർന്നോളൂ, നമുക്ക് Q&A സെക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ സെഷന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കാനുള്ള അവസരം നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോ അതിൽ ആർക്കാണോ ചോദിക്കേണ്ടത് അവർ മൈക്ക് ഒന്ന് ഓൺ ആക്കിയിട്ട് ചോദിക്കാം. ബാക്കിയുള്ളവർ മൈക്ക ഓഫ് ആക്കുകയാണ് വേണ്ടത്. ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ദംസെൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആർക്കാണോ ചോദിക്കേണ്ടത് അവർക്ക് ചോദിക്കാം, ചോദിച്ചു തുടങ്ങാം. ഒരാൾ മാത്രം ചോദിക്കുക, ബാക്കിയുള്ളവർ മ്യൂട്ട് ആക്കേണ്ടതാണ്. ഹലോ 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 ചോദിക്കട്ടെ? ബിനു ചോദിച്ചോളൂ. അത് ഇപ്പം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കോളേജും കോഴ്സും ചൂസ് ചെയ്യാൻ അവസരം ഇല്ലാന്ന് കണ്ടു. അപ്പൊ അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അതിന്റെ പ്രൊസീജിയർ എന്താണ്? എങ്ങനെയാണ് അത് കൊടുക്കുന്നതെന്ന് പറയാമോ? ഓക്കെ, കോഴ്സും കോളേജും കൊടുക്കാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. അത് ആപ്ലിക്കേഷൻ പോർട്ടലിൽ അപ്ഡേറ്റ് ആവുമായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം.
അത് ഏതൊക്കെ കോഴ്സ് ആണോ ചൂസ് ചെയ്യേണ്ടത്, നമ്മുടെ രജിസ്റ്റേർഡ് ലോഗിൻ ID പാസ്വേഡ് വെച്ച് നമ്മൾ കയറുന്നു. അതിൽ ഏതൊക്കെ കോഴ്സ് ചൂസ് ചെയ്യണോ അത് നമ്മൾ ടിക്ക് ഇടുന്നു. ഏതൊക്കെ കോളേജിലാണോ വേണ്ടത് അത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു അപ്ലിക്കേഷൻ പോർട്ടലിൽ അങ്ങനെ ഒരു സംവിധാനം വരും. ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ DU അതിനൊരു പ്രസ് റിലീസ് വഴി ഒരു പ്രോസ്പെക്ടസിൽ അങ്ങനെ ഒരു ഡേറ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വരും, നമുക്ക് വെയിറ്റ് ചെയ്യാം. സാധാരണ അത് കട്ട് ഓഫ് മാർക്ക് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പാണോ വരിക? സാധാരണ എങ്ങനെയാന്ന് വെച്ചാൽ ഓഫ്ലൈൻ ആയിട്ടാണല്ലോ നമ്മൾ അഡ്മിഷൻ ഉള്ളത്. ഇപ്രാവശ്യം കോവിഡ് പശ്ചാത്തലത്തിലാണ് നമ്മുടെ കോളേജ് സെലക്ഷൻ ഒക്കെ ഓൺലൈൻ ആവുമെന്ന് പറയുന്നത്. സാധാരണ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്തിടുന്നു. അങ്ങനെ അവരൊരു ഡേറ്റ് പറയുന്നു. ആ ഡേറ്റിൽ അവർ കട്ട് ഓഫ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ കട്ട് ഓഫ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന അന്ന് നമ്മൾ ഡൽഹിയിൽ ഹാജരാകേണ്ടതുണ്ട്. അങ്ങനെ കട്ട് ഓഫ് ലിസ്റ്റ് ഇടുന്നു. ഫസ്റ്റ് കട്ട് ഓഫ് ലിസ്റ്റ് വരുന്ന അന്ന് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് ക്വാളിഫൈ ആകുന്നെങ്കിൽ ആ കോളേജിൽ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുക. ഇങ്ങനെയാണ് നോർമലി ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രൊസീജിയർ. ഇപ്രാവശ്യം കോവിഡ് പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് തന്നെ കോളേജ് ഒക്കെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി, അതായത് ഈ കോഴ്സിന്റെ ഒരു സ്ട്രക്ചറിൽ AECC എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ കണ്ടു. അതിൽ MIL എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതെന്താണ് MIL? AECC എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യത്തെ 2 സെമസ്റ്ററുകളില് നമ്മള് ഇംഗ്ലീഷ് ഫസ്റ്റ് ഒരു സെമസ്റ്ററിൽ നമുക്ക് ഇംഗ്ലീഷ് എല്ലാവർക്കും പഠിക്കുന്ന ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ AECC-ൽ ഈ EVS-ന്റെ ഒരു സബ്ജക്റ്റും വരുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ഒരു എല്ലാവർക്കും പഠിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സ്, അത് മാത്രമാണ് AECC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. MIL എന്താണെന്ന്? MIL-നെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഏതെങ്കിലും അഡ്മിൻസിന് അങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെ. ഒരാളെ ചാറ്റ് ചെയ്യുന്നുണ്ട്, മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ. അതെന്താ വെച്ചാൽ ഇംഗ്ലീഷിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സബ്ജക്റ്റും പിന്നെ EVS-ന്റെ ഒരു സബ്ജക്റ്റും, ഇത് മാത്രമേ ഉള്ളൂ AECC-മായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനം. അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഹലോ, ചോദിക്കാം നിങ്ങൾക്ക്. പ്ലസ് ടു മാർക്കാണ് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞില്ലേ? അപ്പോ +1 മാർക്ക് കൂട്ടൂല. 1200-ലല്ലേ നമ്മള് +1-ഉം +2-ഉം പാടെ ആഡ് ചെയ്തിട്ടല്ലേ മാർക്ക് എഴുതുക? അപ്പൊ 600-ലായിരിക്കും മാർക്ക്. +2-ത്തെ മാത്രം മാർക്കാണോ നോക്കുക? +2-ലെ മാത്രം മാർക്കേ കൺസിഡർ ചെയ്യുള്ളൂ ഡൽഹി യൂണിവേഴ്സിറ്റിയില്. +1 ആവശ്യമില്ല അല്ലേ? ഇല്ല, +1 ആവശ്യമില്ല. +2-ലെ മാത്രം മാർക്കേ ആഡ് ചെയ്യുള്ളൂ. അപ്പൊ 600-ലായിരിക്കും അല്ലേ മാർക്ക്? അതെ. അപ്പൊ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യോ? ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുമ്പോൾ അതിന് പ്രശ്നമല്ല. അപ്പൊ നേരത്തെ NSS-ന് പറ്റില്ല എന്ന് പറഞ്ഞതോ? NSS-ന് പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞത് NSS NCC എന്നുള്ള കാര്യം നമ്മൾ ECA വഴി അപ്ലൈ ചെയ്യുക. അതായത് നമ്മള് മെറിറ്റ് ബേസ് ആണല്ലോ നമ്മൾ നോർമലി അപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ECA വഴിയും നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് NSS-ലോ NCC-ലോ നല്ല ഹൈ റാങ്ക് ഉള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതുവഴി മെറിറ്റ് അല്ലാതെ നമ്മുടെ പെർസെന്റേജ് നോക്കാതെ NSS NCC സർട്ടിഫിക്കറ്റ് മാത്രം നോക്കിയിട്ട് നമുക്ക് അഡ്മിഷൻ തരുന്നുണ്ട്. ആ ഒരു കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള NSS or NCC സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്തിട്ട് അതിന് വാല്യൂ കുറവാണ്, നാഷണൽ ലെവലിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി എന്ന്. ഓക്കെ. ഹലോ, എന്റെ പേര് ജാദവേദ് എന്നാണ്, പാലക്കാട് നിന്നാണ്. BA ഇംഗ്ലീഷ് എടുക്കുമ്പോഴേ ചോദിച്ചോളൂ. ഹലോ 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 കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാം. BA ഇംഗ്ലീഷ് എടുക്കുമ്പോഴേ സയൻസ് കഴിഞ്ഞിട്ട് +2 സയൻസ് കഴിഞ്ഞിട്ട് BA ഇംഗ്ലീഷ് എടുക്കുമ്പോ ഏതൊക്കെയാണ് ആഡ് ചെയ്യുക? ബെസ്റ്റ് ഫോറില് ഇംഗ്ലീഷ് എടുക്കുമ്പോൾ ഒരു ലാംഗ്വേജും 3 അക്കാഡമിക് ഓർ എലക്ടീവ് സബ്ജക്റ്റ് ആണ് എടുക്കേണ്ടത്. അതായത് ഞാൻ ഹിന്ദി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ആഡ് ചെയ്യാൻ പറ്റുമോ? ഹിന്ദി ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഹിന്ദി
അതിനകത്തൊരു ചെറിയൊരു പ്രശ്നം കിടക്കുന്നുണ്ട്, അത് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നത്. ഹിന്ദി നമ്മൾ എലക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നത്. പക്ഷെ CBSEയുടെ റൂൾസ് പ്രകാരം അവര് ഹിന്ദി കോറായിട്ടാണ് പഠിക്കുന്നത്. അപ്പോ ഹിന്ദി ആഡ് ചെയ്യുന്നതിന്റെ പ്രൊവിഷനെ പറ്റിയുള്ള കാര്യങ്ങൾ നിലവിൽ വന്നിട്ടില്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. അതിന്റെ പൂർണ്ണ വിവരങ്ങൾ കിട്ടാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും ആഡ് ചെയ്യാം, അതിന് പ്രശ്നം വരില്ല. കാരണം മലയാളം നമ്മൾ എലക്റ്റീവ് ആണ്. അത് എലക്റ്റീവ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി അംഗീകരിച്ച അല്ലെങ്കിൽ അവരുടെ പ്രോസ്പെക്ടസിൽ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷും മലയാളവും നമുക്കൊപ്പം ആഡ് ചെയ്യാം. ഹിന്ദിയുടെ കാര്യം വരും ദിവസത്തിൽ അറിയിക്കാം. ഓക്കെ, ഇംഗ്ലീഷിന് പകരം മലയാളം ആഡ് ചെയ്യാം ആ ലാംഗ്വേജിൽ. ഇംഗ്ലീഷ് നിർബന്ധമായിട്ടും ആഡ് ചെയ്യണം, അതിന് പുറമെ മലയാളം ആഡ് ചെയ്യാം. ബാക്കി 3 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജസ് സെയിന്റ് സ്റ്റീഫൻസ് ജൂൺ 30th അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എക്സാക്ട് ആയിട്ട് മനസ്സിലായില്ല. ലൈക്ക് റിസൾട്ട് എന്തായാലും ജൂൺ 30th വന്നിട്ടുണ്ടാവില്ല. ഓഡിയോ ക്ലിയർ അല്ല, ഒന്നും കൂടി പറയാൻ കഴിയോ? ജൂൺ 30th സ്റ്റാർട്ട് ചെയ്യൂ. ഹലോ, സോറി, ഞങ്ങൾക്ക് ഓഡിയോ ക്ലിയർ അല്ല. ഒരു മിനിറ്റ്. കമന്റ് ബോക്സിൽ ഒന്ന് ക്വസ്റ്റ്യൻ ഇട്ടേക്ക്, നമ്മളത് ആൻസർ ചെയ്യാം. ഓക്കെ, ഹലോ, അടുത്ത ആൾക്ക് പറയാം. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഹലോ, പറഞ്ഞോളൂ. ഹലോ, എന്റെ പേര് ലക്ഷ്മി എന്നാണ്. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തില്ല. അപ്ലോഡ് ചെയ്തിരുന്നു. ചിലപ്പോ സംസ്കൃതം പഠിച്ചിട്ടുണ്ടോ 10 വരെ പഠിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. +2. അപ്പൊ ഞാൻ 10 വരെ പഠിച്ചിട്ടുണ്ട്, +2 സംസ്കൃതം. അപ്പൊ അതിനകത്ത് മാർക്സ് കാണിച്ചു. ചെയ്തു. അറിയില്ലല്ലോ. നിലവില് ഒരു +1 ഉണ്ടായിരുന്ന മാർക്ക് തന്നെയാണ് കൊടുത്തത്. അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിലവില് നിങ്ങളുടെ +2ന്റെ മാർക്ക് വന്നിട്ടില്ല. അപ്പോ ഈ ഒരു സംശയം എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അവിടെ അറബിക് ഉണ്ട്, അതേപോലെ സാൻസ്ക്രിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ +2 വരെ പഠിച്ചിട്ടുണ്ടോ, 10 വരെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതില് പലരും +2 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ +2 വരെ പഠിച്ചിട്ടുള്ളവർക്ക് റിസൾട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർക്ക് 0 ഇട്ടാൽ മതി. അപ്പൊ ഈ കുട്ടിയുടെ കേസിൽ കുട്ടി +1ന്റെ മാർക്കാണ് കൊടുത്തതെന്ന് പറയുന്നു. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ പോർട്ടലിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളുടെ +2 മാർക്ക് അവൈറ്റഡ് എന്ന് കൊടുത്തതിന് ശേഷം എന്നാണോ റിസൾട്ട് വരുന്നത് അന്ന് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ എത്ര മാർക്കാണോ കിട്ടി അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അവിടെ. ഓക്കെ, ഹലോ, പറഞ്ഞോ. പറഞ്ഞോളൂ. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? അപ്ലോഡ് ചെയ്യുന്നതിന് പ്രശ്നമല്ലല്ലോ, മാർക്കല്ല അപ്ലോഡ് ചെയ്യുന്നത്, ഡോക്യുമെന്റ് അല്ലല്ലോ. ഓക്കെ, ഹലോ, 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 അത് നമ്മള് ഹലോ, ആരാണ് സംസാരിക്കുന്നതെന്ന് കൂടി ഒന്ന് പറയോ? ഞാൻ സബന ഹാസ്മി. ഓക്കെ, എന്നാ പറഞ്ഞോളൂ. ഞാൻ സ്റ്റേറ്റ് സിലബസാണ് പഠിച്ചത്. ഞാൻ സയൻസ് ആണ് പഠിച്ചത്. അപ്പോ ഇപ്പൊ മാത്സിനൊക്കെ മാർക്ക് വരിക 100-ലാണ്, ഫിസിക്സിന് മാർക്ക് വരിക 120-ലാണ്. അപ്പോ അതെങ്ങനെ വരുന്ന വെച്ചാല് 60-40-20, മാത്സിൽ 80-20 എന്നുള്ള രീതിയില്. അപ്പൊ ഈ കാൽക്കുലേഷൻ ഒന്ന് നേരത്തെ പറഞ്ഞു തരുമോ? എന്താ ചെയ്യേണ്ടത്? സി ഒക്കെ ഒഴിവാക്കിയിട്ട്
ഇതിനകത്ത് മാർക്കിന്റെ കാൽക്കുലേഷന് മുമ്പ് മാർക്ക് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ബ്രീഫ് തരാണ്. നിങ്ങൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റുകൾ, തിയറി സബ്ജക്റ്റുകൾ, അതെന്ന് പറഞ്ഞ ഇപ്പൊ പറഞ്ഞ പോലെ മാത്സ്, ഇംഗ്ലീഷ് മുതലായ സബ്ജക്റ്റുകളുടെ മാക്സിമം തിയറി മാർക്ക് എന്ന് പറയുന്നത് 80 ആയിരിക്കും. +2ന്റെ സി മാർക്ക് ഒഴിവാക്കിയിട്ടുള്ളതാണ് പറയുന്നത് 80. അതിൽ എത്ര കിട്ടിയിട്ടുണ്ടോ അതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി മുതൽ നിങ്ങളുടെ മാക്സിമം തിയറി മാർക്ക് എന്ന് പറയുന്നത് 60 ആയിരിക്കും. 60ൽ എത്ര കിട്ടിയിട്ടുണ്ടോ അതാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതേപോലെ പ്രാക്ടിക്കലിന്റെ മാക്സിമം മാർക്ക് 40, അതിൽ എത്ര കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ കാൽക്കുലേഷന്റെ കാര്യം ജസ്റ്റ് ഒന്ന് പറയട്ടെ. കാൽക്കുലേഷന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ 80ൽ എത്രയാണോ കിട്ടിയേ ഇൻറ്റു 100, അത് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്റ്റില്. പിന്നെ പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റിന് 70-30 കൺവേർഷന്റെ കാര്യം ഹവാസ് മുമ്പ് സ്ലൈഡിൽ പറഞ്ഞിരുന്നു. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് 60ല് എത്ര കിട്ടിയോ ഇൻറ്റു 70 + 40, അത് നമ്മുടെ പ്രാക്ടിക്കൽ മാർക്കാണ്. അതിൽ എത്ര കിട്ടിയോ ഇൻറ്റു 30. പറയോ? പ്രാക്ടിക്കലിന്റെ ആണോ തിയറിയുടെ ആണോ? പ്രാക്ടിക്കലിന്റെ പറയാണ് 60ല് എത്ര കിട്ടിയോ ഇൻറ്റു 70 + 40. പ്രാക്ടിക്കൽ ഉള്ള സബ്ജക്റ്റുകൾ, അതിന്റെ മാക്സിമം തിയറി മാർക്ക് എന്ന് പറയുന്നത് 60. 60ൽ എത്ര കിട്ടി ഇൻറ്റു 70. പ്രാക്ടിക്കലിന്റെ മാർക്ക് 40. അതിനകത്ത് എത്ര കിട്ടി ഇൻറ്റു 30. ഓക്കെ, ഒന്നുകൂടി ക്ലിയർ ആക്കൊന്നും മനസ്സിലായില്ല. അവാസ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ഓക്കെ, അതായത് ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളും പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളും ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ സയൻസ് പഠിച്ച ഒരു കുട്ടി, അവന് ഫിസിക്സ്, കെമിസ്ട്രി വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ട്, ബാക്കിയുള്ള വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ ഇല്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞ പോലെ മാത്സിന്റെ ഒരു കേസ് 80 മാർക്കിലാണ് നമ്മൾ എക്സാം എഴുതുന്നത്. തിയറി എക്സാം 80 മാർക്കിലാണ്. ഈ മാർക്ക് 20 മാർക്കുമാണ്. അങ്ങനെ 100 മാർക്ക് ടോട്ടൽ മാർക്ക് ആവും അല്ലെ? ഈ പ്രാക്ടിക്കൽ വിഷയങ്ങള് ഫിസിക്സിന്റെ കേസിലാണെങ്കിൽ നിങ്ങൾ തിയറി മാർക്ക് എഴുതുന്നത് 60ലാണ്. പ്രാക്ടിക്കൽ മാർക്ക് നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം എഴുതുന്നത് 40 മാർക്കിനാണ്. അതിൽ തന്നെ സിഇ മാർക്ക് 20 മാർക്കാണ്. അപ്പൊ സിഇ മാർക്ക് എന്തായാലും നമ്മൾ കൂട്ടില്ല. അപ്പൊ ആ 20 മാർക്ക് 2 പ്രാക്ടിക്കൽ ഇല്ലാതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമ്മൾ ഒഴിവാക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ തിയറി മാർക്ക്, തിയറി സബ്ജക്ട് ഉള്ള വിഷയങ്ങൾക്ക് 80ലും ഉള്ള വിഷയങ്ങളിൽ അത് പ്രാക്ടിക്കലിന് 40ഉം തിയറിക്ക് 60ഉമാണ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഫിസിക്സിന് 60ല് 55 മാർക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ടത് 55/60 ഇൻറ്റു 70. ഓക്കെ, ഇനി ആ ഫിസിക്സിന് തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് കിട്ടിയത് 40 തന്നെ കിട്ടി, അല്ലെങ്കിൽ 40ൽ 39 കിട്ടി. അങ്ങനെയാണെങ്കിൽ 39/40 ഇൻറ്റു 30, അപ്പൊ ഒരു പെർസെന്റേജ് കിട്ടും. അപ്പൊ ഈ 2 പെർസെന്റേജുകൾ കൂട്ടിയതാണ് ആ വിഷയത്തിന്റെ പെർസെന്റേജ്. സി മാർക്ക് കുറയും എന്ന് പറഞ്ഞാല് ഇപ്പൊ 100ല് 20 മാർക്ക് സി മാർക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ 80ലായിരിക്കും മാർക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ടോട്ടൽ മാർക്സ് ഉള്ളിടത്ത് 80 കൊടുക്കണ്ടേ? അതെ, ടോട്ടൽ മാർക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 80ഉം പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് 100ഉം എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ കുഴപ്പമുണ്ടാവില്ലല്ലോ, നമ്മുടെ പെർസെന്റേജ് ഒന്നും കുറയില്ലല്ലോ? ചെറിയൊരു മാറ്റം വരും, ചെറിയൊരു വേരിയേഷൻ വരും. അതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലി ബന്ധപ്പെട്ടാൽ നമ്മൾ അഡ്മിൻസിനെ കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഓക്കെ, ഹലോ. അത് നമ്മളിപ്പോ ഞാൻ കൊമേഴ്സ് സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് BA സോഷ്യോളജി ആണ്. അപ്പൊ നമ്മ ലിസ്റ്റ് A ആൻഡ് ലിസ്റ്റ് A1 ആൻഡ് A2 എന്നല്ലേ നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ അകത്ത് സബ്ജക്ട്സ് അവൈലബിൾ അല്ലായിരിക്കുമല്ലോ അങ്ങനെ വെച്ചോക്കാണെന്നുണ്ടെങ്കിൽ? എങ്ങനെയാണ്? ഞാൻ ലിസ്റ്റ് A ആൻഡ് ലിസ്റ്റ് B സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഒറ്റ മിനിറ്റ്. ലിസ്റ്റ് A ലിസ്റ്റ് B സ്ക്രീനിൽ കാണുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചോദിച്ചത്?
ഞാനൊരു കൊമേഴ്സ് സ്റ്റുഡന്റ് ആണ്. അപ്പോ അതില് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം BA സോഷ്യോളജി ആണ്. ഓക്കെ, സോഷ്യോളജിക്ക് വേണ്ട എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ പ്രോസ്പെക്ടസിൽ ഉണ്ട്. നമുക്ക് പരിശോധിച്ചാൽ കാണും. ഒന്ന്, ഒരു ലാംഗ്വേജ് മസ്റ്റ് ആണ്. ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടല്ലോ, ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ലാംഗ്വേജ് ആയിട്ട് എടുക്കാം. ബാക്കി 3 എണ്ണം ലിസ്റ്റ് എയിൽ നിന്നോ ലിസ്റ്റ് ബിയിൽ നിന്നോ ഉള്ള 3 സബ്ജക്ട്. നിങ്ങൾ ലിസ്റ്റ് ബി എടുത്ത് നോക്കി ഇതിൽ ഏത് സബ്ജക്റ്റാ പഠിച്ചില്ല സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് നോക്കി നോക്കൂ. ലിസ്റ്റ് ബിയില് അക്കൗണ്ടൻസി പഠിച്ചിട്ടില്ലേ? യെസ്, അക്കൗണ്ടൻസി ഉണ്ട്. പിന്നെ അതുപോലെ ബിസിനസ് സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ടാവും ഉണ്ടല്ലോ. എക്കണോമിക്സ്. ഓക്കെ, താങ്ക് യു. ഹലോ, എന്റെ പേര് അൻസിഫ് എന്നാണ്. പറഞ്ഞോളൂ. അപ്പൊ നമ്മൾ ലിസ്റ്റ് ബിന്ന് സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലാത്തൊരു സബ്ജക്ട് സെലക്ട് ചെയ്യാൻ പറ്റുമോ? +2 പഠിച്ചിട്ട് ഉണ്ടാവണല്ലോ. ഉദാഹരണം, ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ എനിക്ക് ലിസ്റ്റ് ബിന്ന് ഹിസ്റ്ററി സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നീ ഹിസ്റ്ററി പഠിച്ചിട്ടില്ലല്ലോ +2. അപ്പൊ ഞാൻ +2 പഠിച്ചത് മാത്രമേ ലിസ്റ്റ് ബി സെലക്ട് ചെയ്യാൻ പറ്റൂ? അതെ. താങ്ക്സ്. ഹലോ, എന്റെ പേര് ജവാദ് എന്നാണ്. ഞാൻ BSc ഫിസിക്സ് എടുക്കാനാണ് താല്പര്യം. അപ്പോ അതില് എനിക്ക് PCMO അല്ലെങ്കിൽ PCBO അതിൽ ഏതെങ്കിലും കൊടുത്താലും മതിയോ? PCM മാത്രമേ കഴിയുള്ളൂ. അത് മാത്രമേ കഴിയുള്ളൂ? അതെ. ഓക്കെ, ശരി. ഹലോ, പറഞ്ഞോളൂ. ഞാൻ ശ്രാവണിയാണ്. BSc zoology ബോട്ടണിക്ക് ഏതാവും ബെസ്റ്റ് കോളേജ്? സുവോളജിക്ക് ഹൻസ്രാജ് ഉണ്ട്, ഹിന്ദു ഉണ്ട്, രാംജാസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് കുറെ പേര് ഗ്രൂപ്പിലും അല്ലാതെ ആയിട്ട് ചോദിക്കുന്നതാണ് ഓരോ കോഴ്സുകൾക്കും ഏതാണ് ബെസ്റ്റ് ഫാക്കൽറ്റി, ബെസ്റ്റ് കോളേജുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ. അത് നമുക്ക് ഇതിനകത്ത് കുറെയൊക്കെ നമ്മൾ പറഞ്ഞു തരാൻ ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ അഡ്മിൻസിന്റെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ ആ കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അതിന് ഏത് കോളേജാണ് നല്ലത്, അപ്പോ അതിന്റെ ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അഡ്മിൻസ് പേഴ്സണലി പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഹലോ ചോദിച്ചോളൂ. ഹലോ, ഞാൻ ഷോൺഷയാണ്. ഈ ഹോണേഴ്സ് ഡിഗ്രി എടുക്കുമ്പോൾ ഞങ്ങൾക്ക് സാധാരണ ഡിഗ്രി എടുക്കുന്ന പോലെ സബായിട്ട് ടോപ്പിക്സ് ഉണ്ടാവോ, അതായത് സബ്ജക്ട്സ് ഉണ്ടാവോ, അതോ ആ ഒരൊറ്റ മെയിൻ സബ്ജക്ട് മാത്രമേ ഉണ്ടാവുള്ളൂ? ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ കെമിസ്ട്രി ഓണേഴ്സ് ആണ് എടുക്കുന്നെങ്കിൽ കെമിസ്ട്രി മാത്രമാണോ, അതോ സാധാരണ നാട്ടിലുള്ളതുപോലെ സബായിട്ട് ഫിസിക്സ് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്നുണ്ടോ? ഇപ്പോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. നമ്മൾ കോറായിട്ടാണ് ഒരു സബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2 കോറും 1 എലക്ടീവും പിന്നെ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ EVS ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടത് ഉണ്ടാവുക. അപ്പോ സബ്ജക്ട് നമ്മൾ നാട്ടിലെ പോലെ നമുക്കിപ്പോ സബ് വേറെ എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. ഇതിനകത്ത് സബ് എടുക്കുന്നത് ഫസ്റ്റ് ഇയറിൽ G നമുക്ക് ഓപ്റ്റ് ചെയ്യാം, സെക്കൻഡ് ഇയറിലും G ഓപ്റ്റ് ചെയ്യാം. അത് ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അതാണ് CBCSന്റെ ഒരു പ്രത്യേകത. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ് നിങ്ങളുടെ ഓണേഴ്സ് ഡിഗ്രിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എലക്ടീവ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറും എലക്ടീവ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ. ഇനി ആരെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്റെ പേര് ആദിത്യദേവ് എന്നാണ്. പറഞ്ഞോളൂ. ഞാനിപ്പോ ഒരു കോളേജിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തതാണ്. അപ്പോ എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും വേണ്ടി വരുമോ ഇപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ? ഗ്യാപ് സർട്ടിഫിക്കറ്റ് കയ്യിൽ ആവശ്യമുണ്ട്. അതെങ്ങനെയാണ്? ഗ്യാപ് സർട്ടിഫിക്കറ്റ് നോട്ടറിയിൽ നിന്നാണ് എടുക്കേണ്ടത്. നോട്ടറിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ഗ്യാപ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് തരും. പക്ഷെ എന്റെ അക്കാഡമിക്സിൽ ഗ്യാപ്പ് വന്നിട്ടില്ല. ഞാൻ ഈ ഇയർ തന്നെയാണ് ഡ്രോപ്പ് ചെയ്തതും. 1 ഇയറിന്റെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ പ്ലസ് ടു കഴിഞ്ഞിട്ട്?
ഇല്ല, ഞാൻ ഒരു ഇയർ ലാസ്റ്റ് വരെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. മീൻസ് ഈ ഇയർ ഫെബ്രുവരി വരെ ഞാനൊരു കോളേജ് പഠിച്ചതായിരുന്നു. അപ്പൊ പ്ലസ് ടു ഏത് കൊല്ലാണ് കഴിയുന്നത്? കഴിഞ്ഞ കൊല്ലാണ് കഴിഞ്ഞത്. അപ്പൊ ഗ്യാപ്പ് ഇയർ വന്നല്ലോ. ഇത് 2020-21 അഡ്മിഷൻ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ പെർസെന്റേജിൽ എന്തെങ്കിലും കട്ട് ഓഫ്? ഇല്ല, പെർസെന്റേജില് ഗ്യാപ്പ് ഇയർ വരുന്ന ആർക്കും ഒരു പ്രശ്നവും വരില്ല. എല്ലാവരെയും പോലെ തന്നെ ആയിരിക്കും. താങ്ക് യു. ഗ്യാപ്പ് ഇയേഴ്സിന് എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് വേണോ വേറെ എന്തെങ്കിലും? വേണ്ട. ആ നോട്ടറിന്ന് വാങ്ങിക്കുന്ന ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിൽ കരുതിയാൽ മതി. ഓക്കെ. അതായത് ഞാൻ റിപ്പീറ്റ് ചെയ്തായിരുന്നു, അപ്പോഴും ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് കയ്യിൽ മതി. ആ സ്ഥാപനത്തിൽ നിന്ന് പോയി വാങ്ങിയാൽ മതി അല്ലേ? നോട്ടറിന്ന് വക്കീലന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനമാണ് നോട്ടറി. അപ്പൊ അവിടെ നിന്നാണ് വക്കീലന്മാരോ ഇത് സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട പോലെ? സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് മുദ്രപത്രത്തിലാണ് ഈ സംഭവങ്ങൾ ചെയ്തു തരുന്നതൊക്കെ. അപ്പൊ അതൊക്കെ നോട്ടറിയിൽ നിന്നാണ് നിങ്ങൾക്ക് അത് ചെയ്തു തരിക. നോട്ടറി എന്ന് പറഞ്ഞാല് ഹലോ, നോട്ടറി എന്ന് പറഞ്ഞാല് നോട്ടറി നിങ്ങളുടെ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യുന്നത് നോട്ടറിയിൽ നിന്ന്. നോട്ടറി എന്ന് പറഞ്ഞാൽ ഈ വക്കീലന്മാര് പൊതുവെ ഓഫീസൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് കിട്ടും. ഹലോ, പറഞ്ഞോളൂ. നമ്മളിപ്പോ NSSന്റെ സർട്ടിഫിക്കറ്റ് പിന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ NSS സർട്ടിഫിക്കറ്റ് ഒന്നും വന്നിട്ടില്ലല്ലോ, അപ്പൊ എന്താ ചെയ്യുക? അയ്യോ, NSS സർട്ടിഫിക്കറ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോ ഇപ്പൊ നിലവില് നാഷണലിന്റെ എന്തെങ്കിലും ചെയ്തതാണോ? ഇല്ല, നാഷണൽ ഇന്റഗ്രേഷൻ ജേണി ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ പരിഗണിക്കില്ലല്ലോ. ഇപ്പൊ ഇതിനകത്ത് പരിഗണിക്കുന്നത് റെഗുലർ ആക്ടിവിറ്റി, വർക്കിംഗ് അവേഴ്സ്, നാഷണൽ ക്യാമ്പ്സ്, സ്പെഷ്യൽ ക്യാമ്പ്സ്, പ്രിയാരിറ്റി ക്യാമ്പ്സ്, ഈ തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും കയ്യിലുണ്ടെങ്കിലാണ് നിങ്ങൾ പരിഗണിക്കുന്നത്. ഇപ്പൊ മിനിമം 4 മാർക്ക് ഉണ്ടെങ്കിലാണ് അത്. അങ്ങനത്തെ കാര്യങ്ങൾ പേഴ്സണലി ചോദിക്കാം, അഡ്മിൻസിന് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോ 4 മാർക്ക് മിനിമം ഉണ്ടെങ്കിൽ ECA വഴി അവർ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നുള്ളൊരു കാര്യം, ECA വഴി ഞാൻ അപ്ലൈ ചെയ്തു, അതുകൊണ്ട് എനിക്ക് റെഗുലറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്ന് കുറെ പേർക്ക് സംശയം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് രണ്ടും പറ്റും. അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് അഡ്മിഷൻ വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് കാര്യങ്ങൾ കട്ട് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അല്ല, നിങ്ങൾക്ക് ECA വഴി NSS NCC നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വഴി അപേക്ഷിക്കണമെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാം. അപ്പോ പിന്നെ NSS വഴി അപേക്ഷിച്ചെങ്കിൽ മറ്റേലും പരിഗണിക്കില്ലേ? മറ്റേലും പരിഗണിക്കും. അപ്പൊ നമ്മുടെ സാധാരണ സ്റ്റേറ്റിന്റെ സർട്ടിഫിക്കറ്റ് അതെങ്കിൽ പിന്നെ അതെങ്ങനെയാ? അതിപ്പോ വന്നിട്ടില്ലല്ലോ അപ്ലോഡ് ചെയ്യാൻ. ഇല്ല, വന്നിട്ടില്ല. ഞങ്ങൾ പറഞ്ഞില്ലേ, നാഷണൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്കിപ്പോ പ്രൊവൈഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ആ ഒരു വാല്യൂ എങ്കിലും വേണം, എന്നാലേ അതിന് കൺസിഡർ ചെയ്യുള്ളൂ കാര്യങ്ങൾ. അപ്പോ സ്റ്റേറ്റിന്റെ ഏതെങ്കിലും അത് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതാണല്ലേ നല്ലത്? നമുക്ക് അപ്ലൈ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഒരു 100 രൂപയുടെ ചെലവേ ഉള്ളൂ. ഹലോ, പറഞ്ഞോളൂ. നമ്മൾ റെഗുലർ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ NSSന്റെ NCC സർട്ടിഫിക്കറ്റുകൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവോ? ഇല്ല, എക്സ്ട്രാ ഒരു ബെനിഫിറ്റും റെഗുലർ ആയിട്ട് ഉള്ളതിലേക്ക് വരുന്നില്ല. ഒരു സർട്ടിഫിക്കറ്റ്സ് അവര് നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടത്തില്ല? ഇല്ല, അങ്ങനെ ഒരു എക്സ്ട്രാ മാർക്ക് വരുന്നില്ല. നിങ്ങൾ +2 എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അത് മാത്രമേ റെഗുലർ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. നമുക്ക് NSS NCC വേണമെങ്കിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യണം അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. ഹലോ, ചോദിച്ചോളൂ. ജൂലൈ 4th വരെയാണല്ലോ ലാസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്. അതെ. അപ്പം NCL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ അത് കിട്ടുമോന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ അക്നോളജ്മെന്റ് വെച്ചാൽ മതിയോ? NCLന്റെ കാര്യം ഞാൻ പറയാണ്. NCLന്റെ കാര്യം, ഒരുപാട് പേര് പുതിയ NCL ആണ് എടുക്കുന്നത്. അപ്പോ NCL കിട്ടാൻ താമസം വരും എന്നൊക്കെ പേഴ്സണലി പറഞ്ഞിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പണ്ടത്തെ NCL നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് അപ്ലൈ ചെയ്തതിന്റെ അക്നോളജ്മെന്റ് സ്ലിപ്പ് അപ്ലോഡ് ചെയ്യാം. അതിന് കുഴപ്പങ്ങളൊന്നുമില്ല.
പിന്നെ NCLല് നിങ്ങൾ കൊടുക്കുമ്പോൾ സെൻട്രൽ ലിസ്റ്റിലുള്ള കാറ്റഗറി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആയിരിക്കണം അതിനകത്തും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവേണ്ടത്. എബോവ് 8 lakh ഇൻകം വരുമ്പോ അത് കിട്ടുമോ? പൊതുവേ ഞാനൊരു കാര്യം പറയാണ്, നാട്ടില് NCL കിട്ടണമെങ്കിൽ NCLന്റെ ഒരു ബേസിക് പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ 8 lakhന്റെ മുകളിൽ പാടില്ല എന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വില്ലേജുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ NCLനെ എന്താ പറയാ NCL കിട്ടാൻ നിങ്ങൾ പ്രാപ്തരാണോ അല്ലെന്ന് മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അവർ പറയും. ഓക്കെ താങ്ക് യു. ഹലോ പറഞ്ഞോളൂ. ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്, അതിന് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. അത് അപ്ലോഡ് ചെയ്താൽ പോരെ? കുഴപ്പമില്ലല്ലോ. നിങ്ങള് ഇപ്പോൾ ഏത് NCLും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, പ്രശ്നം വരില്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ഓൺലൈൻ വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഹലോ കേൾക്കുന്നുണ്ടല്ലോ, ഓൺലൈൻ വെരിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ കോളേജിൽ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ വെരിഫൈ ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള NCL മാർച്ച് 31 ശേഷം ഉള്ള സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, ചോദിക്കാം ചോദ്യങ്ങളുണ്ടെങ്കിൽ. ഹലോ പറഞ്ഞോളൂ. ഹലോ, അപ്ലിക്കേഷനെ പറ്റിയിട്ടല്ല, ആ ഡൗട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആണ്, താങ്ക്സ്. എനിക്ക് നിങ്ങള് ക്യാമ്പസിനെ പറ്റിയിട്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയർ അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. ഇപ്പോ പറയുകയാണെങ്കിൽ നോർത്ത് ക്യാമ്പസില് ഈ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ക്യാമ്പസ് തരംതിരിക്കുന്നത്. അതിൽ നോർത്ത് ക്യാമ്പസിൽ ഏകദേശം 9ഓളം കോളേജുകൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ സ്റ്റീഫൻസ്, ഹിന്ദു, രാംദാസ്, KMC, ഹൻസ്രാജ്, ലേഡി ശ്രീറാം അല്ല, മിറാൻഡ, SRCC മുതലായ കോളേജുകളൊക്കെ നോർത്ത് ക്യാമ്പസിലാണ്. ബാക്കി കോളേജുകൾ സൗത്ത് ഡൽഹിയിലും ഡൽഹിയിലെ പല ഭാഗങ്ങളിലും ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. പിന്നെ സെൻട്രൽ ഡൽഹിയിൽ ഉള്ള ഒരു കോളേജാണ് സാക്കിർ ഹുസൈൻ കോളേജ്. ഇങ്ങനെയാണ് കോളേജുകൾ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട്. നിങ്ങൾ വേറെ പല യൂണിവേഴ്സിറ്റികളും കേട്ടിട്ടുണ്ടാവും, JNU, അതേപോലെ ജാമ്യ. അങ്ങനെയല്ല നമ്മുടെ ക്യാമ്പസ്. നമ്മുടെ ക്യാമ്പസ് കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, ഡൽഹിയുടെ പല ഭാഗങ്ങളിലാണ്. ഹലോ പറഞ്ഞോളൂ. ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു ഏതോ കുറെ കോളേജിക്ക് അഡ്മിഷന് ജൂൺ 30 മുതൽ കൊടുക്കണമെന്ന്. ഏതോ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജുകളായ സെന്റ് സ്റ്റീഫനും അതേപോലെ ജീസസ് ആൻഡ് മേരീസ് കോളേജിലേക്കാണ് അതിന്റെ അഡ്മിഷൻ. അതൊക്കെ വിമൻസ് കോളേജ് അല്ലേ? അതിനകത്ത് ഒരെണ്ണം വുമൻസ് ആണ്, ഒന്ന് മിക്സഡ് ആണ്. സ്റ്റീഫൻസ് മിക്സഡ് ആണ്, ജീസസ് ആൻഡ് മേരീസ് വുമൻസ്. ഹലോ പറഞ്ഞോളൂ. സെന്റ് സ്റ്റീഫൻസിലോട്ട് അപ്പൊ നമ്മൾ വേറെ ആപ്ലിക്കേഷൻ കൊടുക്കണോ? സെപ്പറേറ്റ് കൊടുക്കണം നിങ്ങൾ ആപ്ലിക്കേഷൻ. യൂണിവേഴ്സിറ്റിയുടെ ID വെച്ചിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അവിടെ മൈനോറിറ്റിക്ക് അപേക്ഷിക്കുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് തന്നെ. അതെ. സംശയങ്ങളുണ്ടെങ്കിൽ ഹലോ പറഞ്ഞോളൂ. BA ഹിസ്റ്ററി ഹോണേഴ്സിന് സാൻസ്ക്രിറ്റ് സെലക്ട് ചെയ്യാമോ? ഹലോ ഇതിനകത്ത് ആരോ മ്യൂട്ട് ചെയ്ത്. ഹലോ ഹലോ BA ഹിസ്റ്ററി ഹോണേഴ്സിന് സാൻസ്ക്രിറ്റ് ബസ് 4 സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് ഹിസ്റ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് 4 ഒരു ലാംഗ്വേജും 3 അക്കാഡമിക് ഓർ എലക്ടീവ് സബ്ജക്റ്റുകളാണ്. അപ്പോ സാൻസ്ക്രിറ്റിന്റെ കാര്യത്തില് ഒരു അപ്ഡേഷൻ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മലയാളവും അറബിക്കും മലയാളം അറബിക്. ഒറ്റ സെക്കൻഡ്. ഹലോ പറയട്ടെ. ഇപ്പൊ സാൻസ്ക്രിറ്റ് എലക്റ്റീവ് ആയിട്ടാണ് പഠിക്കുന്നത് എന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും.
എന്നാൽ മാത്രമേ അത് എന്തിൽ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ, ഇംഗ്ലീഷിന്റെ അല്ലെങ്കിൽ ഹിന്ദിയുടെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. എലക്ടീവ് എന്ന് പറയുമ്പോൾ എലക്ടീവ് നമ്മൾ നാട്ടിൽ പഠിക്കുന്ന ഒരുമാതിരിപ്പെട്ട നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജുകളെല്ലാം എലക്ടീവ് ആണ് CBSEയുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോ അതിനൊരു ഇക്വലൻസി ഉണ്ടെങ്കിൽ മാത്രം, ആ ഇക്വലൻസി ഈ പറയുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി അംഗീകരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ സാൻസ്ക്രിറ്റ് ബെസ്റ്റ് ഫോറിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സാൻസ്ക്രിറ്റിന്റെ കാര്യത്തിലും അതേപോലെ പിന്നെ പറഞ്ഞത് ഹിന്ദിയുടെ കാര്യമാണ്. ഇതിന്റെ രണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് അപ്ഡേറ്റ്സ് വരാനുണ്ട്. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ. ഞാൻ +2 കൊമേഴ്സ് പഠിച്ചതാണ്. അപ്പം BComന് വേണ്ടി അപ്ലൈ ചെയ്യാനാണ്. അപ്പം ലിസ്റ്റ് A സബ്ജക്റ്റ് പറഞ്ഞേക്കുന്ന മാത്തമാറ്റിക്സ്, അക്കൗണ്ടൻസി, എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസോ. ലിസ്റ്റ് B സബ്ജക്ട് ഏതൊക്കെയാണെന്ന് പറയാമോ? ലിസ്റ്റ് B ഒന്ന് സ്ക്രീനിൽ ഒന്ന് കാണിക്കാൻ കഴിയോ? ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീനിൽ അല്ല, ഇത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പറഞ്ഞേക്കുന്നത് എക്കകത്ത് വരുന്നതാണ് ഈ അക്കൗണ്ടൻസിയും മാത്സും എക്കണോമിക്സും ബിസിനസ് സ്റ്റഡീസും. പക്ഷെ B പറഞ്ഞിട്ടില്ല ഇതിനകത്ത്. എനിക്ക് പ്രശ്നം മനസ്സിലായില്ല, ഒന്നുകൂടി പറയോ? അല്ല, ഇതിനകത്ത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറഞ്ഞേക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ബുള്ളറ്റിനകത്ത് പറഞ്ഞേക്കുന്നത് A ക്രൈറ്റീരിയക്കകത്ത് പറഞ്ഞേക്കുന്നത് മാത്സും അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസും പിന്നെ എക്കണോമിക്സും ആണ്. ഇതിനകത്ത് ലിസ്റ്റ് B സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇതിനകത്തൊരു കാര്യം പറയാം, ബുള്ളറ്റിനകത്ത് പറയുന്ന കാര്യം ഞാൻ വായിച്ചു തരാം. ഇതിനകത്ത് ഇംഗ്ലീഷ് ഒരു നോയ്സ് ഉണ്ട്, അത് ഹവാസ് ഒന്ന് നോയ്സ് ആരാന്ന് വെച്ചാൽ ഹലോ പറഞ്ഞോളൂ. ഇതിനകത്ത് നമുക്ക് ഇംഗ്ലീഷ് ഓർ ഹിന്ദി അത് ഒരു ലാംഗ്വേജ് ആയിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെയുള്ള ബെസ്റ്റ് 3 സബ്ജക്റ്റുകളില് മാത്സ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്. അപ്പൊ അതെല്ലാം ഈ ഇപ്പൊ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ലിസ്റ്റ് ബിയിലില്ലേ? ഉണ്ട്, അതെല്ലാം ഉണ്ട്. അപ്പൊ അതിനകത്ത് അത് ആ കോമ്പിനേഷൻ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഈ കോമ്പിനേഷൻ ഇപ്പൊ നീ പറയുന്ന, ഇപ്പൊ ഞാൻ പറഞ്ഞ മാത്സ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഇതിൽ നിന്നല്ലാതെ നീ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ആണ് ലിസ്റ്റ് ബിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിനക്ക് 1% ഡിഡക്ഷൻ പെർ സബ്ജക്റ്റിന് വരും. ആ സബ്ജക്റ്റിനാണോ അതോ ഫുൾ ഒരു കോമ്പിനേഷൻ ഫുള്ളിനാണോ? ഈ ഒരു എല്ലാ സബ്ജക്റ്റിനും കൂടെ അഗ്രിഗേറ്റിനാണോ? അഗ്രിഗേറ്റിന്ന് പോകും. ഫുൾ. ഓക്കെ, ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, അടുത്ത സംശയം. ഹലോ, പറഞ്ഞോളൂ. ഹലോ, കേക്കാം, പറഞ്ഞോളൂ. എന്റെ പേര് ശ്രുതി എന്നാണ്. ഞാൻ ഇപ്പൊ CW സർട്ടിഫിക്കറ്റിനും OBC 2 കാറ്റഗറിക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വല്ല ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവോ? ഏതിനൊക്കെ കൊടുത്തേ? CW കാറ്റഗറിക്കും കൊടുത്തിട്ടുണ്ട്, CW കോട്ടയ്ക്കും OBCക്കും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇല്ല, പ്രശ്നമൊന്നും വരില്ല. ഹലോ, പറഞ്ഞോളൂ. ഈ ഗ്രേസ് മാർക്ക് ആഡ് ചെയ്ത സബ്ജക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, ഒരു പ്രശ്നവും വരില്ല. ഇല്ല. അപ്പൊ NSS അങ്ങനത്തെ ഒരു എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ഒന്നും ഉണ്ടാവില്ല? നെഗറ്റീവ് ആയിട്ട് പ്രശ്നമൊന്നും. താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ആണ്, BA പൊളിറ്റിക്കൽ സയൻസ് ആണ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോഴ് ഞങ്ങളെ സ്കൂളിലെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് പിന്നെ ജിയോളജി ആയിരുന്നു. ജിയോളജി അപ്പോ ഒരു സയൻസ് സബ്ജക്ട് അല്ലേ? അപ്പൊ ഞാൻ ജിയോളജി ആണ് കൊടുക്കുന്നതെങ്കിൽ ലിസ്റ്റ് ബിന്ന് ജിയോളജി ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? ഇല്ല, നീ പൊളിറ്റിക്കൽ സയൻസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഒരു ലാംഗ്വേജും പൊളിറ്റിക്കൽ സയൻസും ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ. അപ്പോ ജിയോളജി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജിയോളജിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ല. ഓക്കെ. താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ.
ഈ മൈനോറിറ്റി കോളേജിൽ മൈനോറിറ്റി അല്ലാത്തവർക്കും അപ്ലൈ ചെയ്തൂടെ? ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും ആപ്ലിക്കേഷൻ ഉണ്ട്. മൈനോറിറ്റി കോളേജ് ആവുമ്പോൾ ഈ പറയുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആവുമ്പോൾ ക്രിസ്ത്യൻസിന് പ്രയോറിറ്റി കൂടുതൽ ഉണ്ടാവും. അവർക്ക് കട്ട് ഓഫിൽ റിഡക്ഷൻസ് ഉണ്ടാവും, മറ്റു കാര്യങ്ങൾ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ഹലോ, പറഞ്ഞോളൂ. നമ്മളിപ്പം ഈ ലിസ്റ്റ് എയ്ക്കകത്ത് 2 ലാംഗ്വേജിൽ ഒരെണ്ണം കമ്പൽസറി ആയിട്ട് കൊടുക്കണമല്ലോ? കൊടുക്കണം. അപ്പം അതിനകത്ത് നമ്മൾ മലയാളം കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ ബാക്കി ലിസ്റ്റ് ബിക്കകത്ത് 2 എണ്ണം കൊടുത്താൽ പോരെ? അതോ ലിസ്റ്റ് ബിക്കകത്ത് 3 എണ്ണം തന്നെ കൊടുക്കണം നിർബന്ധമുണ്ടോ? ഇല്ല, ഇത് ഏത് കോഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയാം. ഇത് BA ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആഡ് ചെയ്യാം, നിനക്ക് മലയാളം ആഡ് ചെയ്യാം, അതിന് പുറമെ വേറെ 2 സബ്ജക്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം എന്ന് തന്നെ 2 എണ്ണം ആഡ് ചെയ്യാം, 3 എണ്ണം നിർബന്ധമില്ല. ഏന്ന് തന്നെ 2 എണ്ണം ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് എലക്റ്റീവ് സബ്ജക്ട് ആണെങ്കിൽ മാത്രം. പിന്നെ മലയാളം കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് എലക്റ്റീവ് ആണല്ലോ. മലയാളം എലക്റ്റീവ് ആയതുകൊണ്ടാണ് പറയുന്നത് ആഡ് ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ 2 എണ്ണം കൂടെ അപ്പുറത്തൊന്ന് ബിന്ന് എടുത്താൽ മതി. ഓക്കെ, താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. ഈ ലിസ്റ്റ് ചെയ്യുന്നതും ലിസ്റ്റ് ബിന്നും സെലക്ട് ചെയ്യാവുന്ന സബ്ജക്ട്സ് ഏതാണെന്ന് പറയാമോ? സ്ക്രീനിൽ ലിസ്റ്റ് എയും ലിസ്റ്റ് ബിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏത് കോഴ്സിനാന്ന് പറഞ്ഞാൽ അതിന്റെ ക്രൈറ്റീരിയ പറയാൻ കഴിയുള്ളൂ. ഫിസിക്സിനാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഈ 3ന്റെ മാർക്ക് മാത്രമേ ആഡ് ചെയ്യുള്ളൂ അഡ്മിഷന് വേണ്ടിയിട്ട്. ഹലോ, പറഞ്ഞോളൂ. ഇപ്പോ പൊളിറ്റിക്കൽ സയൻസിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കോളേജസ് ഒന്ന് പറഞ്ഞുതരാമോ? പൊളിറ്റിക്കൽ സയൻസ് പറയുകയാണെങ്കിൽ ഹിന്ദു ഉണ്ട്, രാംജാസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് കോമൺ ആയിട്ട് പറയുകയാണ് ലേഡീസിന് ലേഡി ശ്രീരാമും മെറാണ്ടയും കൂടി വരും. സാക്കിർ ഹുസൈനും നല്ലതാണ്. ഞാനൊരു 4 എണ്ണം പറഞ്ഞു എന്ന് മാത്രമേ 2 എണ്ണം വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോ കോഴ്സിനെ പറ്റിയും അവിടുത്തെ നല്ല കോളേജുകളെ പറ്റിയും അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അഡ്മിൻസിന്റെ നമ്പർ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്ക്രീനിൽ കാണിക്കും നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ. അപ്പൊ ആ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി. ഹലോ, പറഞ്ഞോളൂ. ഓക്കെ, ഞാനിപ്പോ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യോളജി അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഹ്യൂമാനിറ്റീസ് ഹിസ്റ്ററി, സോഷ്യോളജി, പൊളിറ്റിക്സിന്റെ മാർക്ക് ബിയിൽ നിന്നും ഒരു ഇംഗ്ലീഷിന്റെ മാർക്ക് എയിൽ നിന്നും അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഡിഡക്ഷൻ ഒന്നും വരില്ലല്ലോ? ഓക്കെ, എന്താണ് ലിസ്റ്റ് ബിയിൽ നിന്ന് സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി അതിന്റെ മാർക്സ് ആഡ് ചെയ്യുന്നു. ലിസ്റ്റ് എയിൽ നിന്ന് ഇംഗ്ലീഷിന്റെ മാർക്കും ആഡ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് മൈനസ് പോയിന്റ്സ് ഒന്നും വരില്ലല്ലോ? കോഴ്സ് നോക്കുന്ന BA പൊളിറ്റിക്സ് ഓർ സോഷ്യോളജി? ഇല്ല, പ്രശ്നം വരില്ല. ഓക്കെ, നമുക്കിപ്പം നമ്മള് എന്താണ് ഹ്യൂമാനിറ്റീസിനെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടാവോ ഈ 3 സബ്ജക്റ്റിന്റെ മാർക്കും കൊടുത്തോണ്ട്? ഇല്ല, അഡ്വാൻറ്റേജ് ഒന്നുമില്ല. ഹലോ, ഈ ഇയർ ഗ്യാപ്പ് വന്നവർക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞല്ലേ? പറഞ്ഞു. അത് നമ്മള് ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യണോ? അത് ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഫൈനലി അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോ അവിടെ നിങ്ങളോട് ചോദിക്കും അതെ, അപ്പോഴേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി അല്ലേ? മതി. പിന്നെ ഒരു ചോദ്യം കൂടി. പറഞ്ഞോളൂ. ഈ ഫിസിക്സില് BSc ഫിസിക്സിന് ഒരു മിനിമം എത്ര പെർസെന്റേജ് വന്നാലാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പൊതുവെ നല്ല കോളേജുകൾ ഇപ്പൊ എല്ലാവർക്കും പറയണം. പൊതുവെ നല്ല കോളേജുകൾ ജനറൽ കാറ്റഗറി, OBC കാറ്റഗറിക്ക് ആണെങ്കിൽ പോലും ഏകദേശം 95% മേലെ വേണം ആദ്യത്തെ കട്ട് ഓഫിൽ കിട്ടണമെങ്കിൽ. ഓക്കെ, മിനിമം എത്ര വന്നാൽ എത്ര വരെ പ്രതീക്ഷിക്കാം? നമുക്ക് 99 വരെ പ്രതീക്ഷിക്കാം. അതല്ല, മിനിമം മാർക്ക് മിനിമം നമുക്ക് അങ്ങനെ നല്ല കോളേജുകളിലൊക്കെ ആദ്യത്തെ 2 കട്ട് ഓഫോട് കൂടി തന്നെ ഏകദേശം സീറ്റ് എല്ലാം കംപ്ലീറ്റ് ആവും. പിന്നെ മറ്റു കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യും. അവിടെ കട്ട് ഓഫ് കുറവാകും. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അവിടെ എത്ര വരെ വരും? അവിടെ 90 പ്ലസ് ഉണ്ടാവും. കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് DUവിന്റെ വെബ്സൈറ്റ് പോയാൽ കിട്ടും.
ഇതിന്റെ ലിങ്ക് നമുക്ക് ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളിലൊക്കെ ഇടാം. ഓക്കെ ഓക്കെ താങ്ക്സ്. ഹലോ, പറഞ്ഞോളൂ. എനിക്ക് കോമ്പിനേഷൻ നമ്മൾ ചാപ്റ്റർ സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കുന്നതിലാണ് ഡൗട്ട്. അതായത് ഇപ്പൊ എനിക്ക് 2 സബ്ജക്റ്റിന് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഒന്ന് ഇംഗ്ലീഷ് ടോപ്പിക്കും അതുപോലെ തന്നെ സുവോളജിയും. അപ്പം ഞാൻ സെക്കൻഡ് ഇയറിന്റെ ടോപ്പിക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ നമ്മൾ പല പല ടോപ്പിക് കോമ്പിനേഷൻ എടുക്കുമ്പോൾ ചിലത് കോമ്പിനേഷൻ 97 വരെ പോകുന്നുണ്ട്, പക്ഷെങ്കിൽ വേറെ ചില കോമ്പിനേഷൻ 95 ആണ് വരുന്നത്. അപ്പൊ എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ 2 ലാംഗ്വേജ് സബ്ജക്റ്റും 2 സയൻസ് സബ്ജക്റ്റും നമുക്ക് ഈ കോമ്പിനേഷനിൽ കൊടുക്കാൻ പറ്റുമോ? അതായത് എനിക്ക് ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ 1 ആർട്സും 1 സയൻസും അല്ലേ പറഞ്ഞേ എടുക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞേ? അതെ. അപ്പൊ ആർട്സ് കോഴ്സിന് ആവുമ്പോ ബെസ്റ്റ് 4 ആണ്. ഓക്കെ. അപ്പോ അത് 1 ലാംഗ്വേജ് പ്ലസ് 3 അക്കാഡമിക് ഓർ എലക്ടീവ് സബ്ജക്ട് ആയിരിക്കും. ഇപ്പൊ സയൻസിലെ സുവോളജി ആണല്ലോ പറഞ്ഞത്. അപ്പൊ PCB എടുക്കാം, PCM ഓർ PCB എടുക്കാം. അപ്പൊ BCB ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഓക്കെ. അപ്പൊ അതിന്റെ 3 സുവോളജിക്ക് കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ PCM-ഉം ഇംഗ്ലീഷുമേ പറ്റും. അങ്ങനെ നമ്മള് സുവോളജി പോലത്തെ ഒരു സബ്ജക്റ്റിന് കൊടുക്കുമ്പോൾ നമ്മൾ ഈ സയൻസിലുള്ള 3 സബ്ജക്റ്റും എക്സ്ട്രാ പ്ലസ് ഒരു ലാംഗ്വേജ് സബ്ജക്റ്റേ പറ്റും. വേണ്ട വേണ്ട വേണ്ട. സയൻസ് സബ്ജക്റ്റുകൾക്ക് PCM ഓർ PCB. അതായത് ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ബെസ്റ്റ് മീൻസ് സുവോളജിയില് PCB ആണ്, ഇംഗ്ലീഷ് വരുന്നില്ല. ഓക്കെ. അല്ല, എനിക്ക് ഡൗട്ട് എങ്ങനെ വരുന്നത് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇപ്പൊ 2 ലാംഗ്വേജ് സബ്ജക്ട് എടുക്കും. അതായത് ഞാനിപ്പോ മാർക്ക് അഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇംഗ്ലീഷിനും സയൻസിനും കൊടുക്കണമെങ്കിൽ ഇംഗ്ലീഷിന്റെ മാർക്ക് എന്തായാലും കൺസിഡർ ചെയ്യണ്ടേ? കൺസിഡർ ചെയ്യണം. പിന്നെ 3 സബ്ജക്ട് എടുക്കണം. അപ്പൊ ഈ 3 സബ്ജക്റ്റില് എനിക്ക് സയൻസിനും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുക്കേണ്ടതെങ്കിൽ ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോ വന്നിട്ടില്ല. നമ്മൾ ഏത് കോഴ്സിനാണോ അപ്ലൈ ചെയ്യുന്നത്, ഞാൻ പറയാം, നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഫോട്ടോ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കട്ട് ഓഫ് വരുന്ന അന്ന് നിങ്ങൾക്ക് കോഴ്സും കോളേജും സെലക്ട് ചെയ്യാനുള്ള ഇതുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ കോഴ്സ് ഇപ്പോ സുവോളജി എടുക്കുകയാണെങ്കിൽ PCB ആണ് കൺസിഡർ ചെയ്യുക. അപ്പൊ ഒരു ആപ്ലിക്കേഷൻ അല്ലേ നമ്മൾ മൂവ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് അല്ല, 4 സബ്ജക്ട് കൊടുക്കുമ്പോ 3 സയൻസ് സബ്ജക്ട് നമ്മൾ മസ്റ്റ് ആയിട്ട് അപ്പൊ കൊടുത്തിരിക്കണം അല്ലെ? നിങ്ങൾ 6 സബ്ജക്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ അതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഓൺലൈനായിട്ട് നിങ്ങളുടെ മാർക്ക് കൺസിഡർ ചെയ്യണത് എന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് വരാനുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് വരാനുണ്ട്. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ 6 സബ്ജക്റ്റും കൊടുക്കണം. അതിനുശേഷം നമ്മൾ കോളേജ് അലോട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ കോമ്പിനേഷന്റെ കാര്യം ആ സമയത്തെ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ എന്നാണ്. അതെ. അപ്പൊ ആ കോമ്പിനേഷൻ ആരാണ് സെലക്ട് ചെയ്യുന്നത് അത് മുതലായ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ്സ് വരാനുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന്. അപ്പൊ നിലവിൽ നമ്മളിപ്പോ ഒന്നും ചെയ്യേണ്ടതില്ല, നമ്മൾ 6 സബ്ജക്റ്റിന്റെ മാർക്കും അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. റിസൾട്ട് വന്നതിന് ശേഷം. ഹലോ, പറഞ്ഞോളൂ. കമ്പ്യൂട്ടർ സയൻസാ പഠിച്ചിരുന്നത്. എന്താണ് BSc കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാം എടുക്കാന്ന് കരുതിക്കോ. അപ്പൊ നമ്മള് ഏതൊക്കെയാണ് ബെസ്റ്റ് 4 സബ്ജക്ട്സ് ഏതൊക്കെ എടുക്കേണ്ടി വരിക? കേട്ടില്ല, ഒന്നുകൂടി പറയോ? ഹലോ പറഞ്ഞോളൂ. BSc കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാം എടുക്കണ കരുതിക്കോ. അപ്പോ നമ്മൾ ബെസ്റ്റ് 4 ഏതൊക്കെ സബ്ജക്ട്സ് ആക്കാരും സെലക്ട് ചെയ്യേണ്ടി വരിക? മാത്സ് ഒരെണ്ണം വേണം. ഹലോ, കമ്പ്യൂട്ടർ സയൻസിന്റെ കാര്യമാണ് പറയുന്നത്. മാത്സ് ഒന്നും വേണം, ഒരു ലാംഗ്വേജ് വേണം. ലാംഗ്വേജ് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് പറ്റും. ഹിന്ദി പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദിയുടെ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് വരാനുണ്ട്. ഹിന്ദി കോറായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എടുക്കാം. ഓക്കെ. മാത്സ് ഇംഗ്ലീഷ് പിന്നെ ഏതെങ്കിലും 2 സബ്ജക്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ഹിന്ദിന്റെ അപ്ഡേറ്റ് വന്നിട്ടില്ലല്ലേ?
വന്നിട്ടില്ല അവര്. ഓക്കെ ശരി. ഹലോ, പറഞ്ഞോളൂ. അങ്ങനെ സെന്റ് സ്റ്റീഫൻസിൽ ഇംഗ്ലീഷിന്റെ ഒക്കെ ഏകദേശം എത്ര കട്ട് ഓഫ് നോർമലി വരാറുണ്ട്? നോർമലി ഇത് ക്രിസ്ത്യൻ ആണോ? അല്ല, ക്രിസ്ത്യൻ അല്ല. ക്രിസ്ത്യൻ അല്ല. ജനറൽ കാറ്റഗറി ഒബിസി ഏതാണെന്നും കൂടി പറയാം. ഒബിസി ഒബിസി ആണെങ്കിൽ ഒരു 95 മേലെയൊക്കെ വരും. ഫസ്റ്റ് കട്ട് 96, 97 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇക്കൊല്ലം മാറ്റം ഉണ്ടാവും. പിന്നെ സ്റ്റീഫൻസിന്റെ കട്ട് ഓഫ്, പഴയ കട്ട് ഓഫ് വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. നമ്മൾ നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളിൽ ഇടുന്നതായിരിക്കും ഉടനെ തന്നെ. ഹലോ, പറഞ്ഞോളൂ. അപ്പം കഴിഞ്ഞ വർഷത്തെക്കാളും എത്ര ശതമാനം കട്ട് ഓഫ് കൂടാം ഈ വർഷം എല്ലാ കോളേജുകളിലും? നിലവില് CBSEയുടെ ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, CBSEയുടെ എക്സാം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. മുമ്പത്തെ മാർക്ക് മറ്റു കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ CBSEയുടെ മാർക്ക് എങ്ങനെ വരുന്നോ അതിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് കൂടുകയോ കുറയോ എന്ന് പറയാൻ കഴിയാം. അപ്പൊ നിലവില് ഒരു റിസൾട്ട് വന്നതിന് ശേഷമൊക്കെ നമുക്ക് അതിനകത്ത് ഒരു കറക്റ്റ് ഒരു പ്രോപ്പർ ആയിട്ട് ഇത് പറയാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് മുൻ വർഷങ്ങളിലെ ട്രെൻഡ് പ്രകാരം അപ്പം എത്ര ശതമാനം കട്ട് ഓഫ് കൂടിയിട്ടുണ്ട് എല്ലാ വർഷവും? ഒരു 1% കൂടുകയോ കുറയോ ഒക്കെ ചെയ്യാം, 1-2 അങ്ങോട്ടോ ഇങ്ങോട്ടോ. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു ഏകദേശം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പൊ നമ്മള് ജൂലൈ 4 ശേഷമാണോ നമ്മുടെ +2 പിന്നെ മാർക്സ് ഒക്കെ ആഡ് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു ജൂലൈ 10 നിങ്ങളുടെ റിസൾട്ട് വരുന്നത് അല്ലേ, സ്റ്റേറ്റിന്റെ? അതെ. അപ്പൊ നിങ്ങൾക്ക് അപ്പൊ അപ്ലോഡ് ചെയ്യാൻ അവസരം ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റ് രജിസ്ട്രേഷൻ മാത്രമാണല്ലേ? അതെ, രജിസ്ട്രേഷൻ മാത്രമാണ്. ഓക്കെ, താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. ജൂലൈ 10 റിസൾട്ട് വരാറുണ്ട്. അപ്പൊ മാർക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ബെസ്റ്റ് 4 മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്? അല്ല, നിങ്ങളുടെ 6 സബ്ജക്റ്റും അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. മുൻപ് പറഞ്ഞിരുന്നതാണ്, പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളുടെ മാക്സിമം തിയറി മാർക്ക് 80 ആണ്. 80-ൽ എത്ര കിട്ടിയെന്ന് അപ്ലോഡ് ചെയ്യണം. പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളുടെ മാക്സിമം തിയറി മാർക്ക് 60 ആണ്. 60-ൽ എത്ര കിട്ടിയെന്നും മാക്സിമം പ്രാക്ടിക്കൽ മാർക്ക് 40-ഉം 40-ൽ എത്ര കിട്ടിയെന്നും അപ്ലോഡ് ചെയ്യണം. ഹലോ, പറഞ്ഞോളൂ. ഞാന് +2 സയൻസ് കഴിഞ്ഞതാണ്. അപ്പൊ എനിക്ക് BA ഇംഗ്ലീഷ് എടുക്കാനാണ് ഇൻട്രസ്റ്റ്. അപ്പൊ ലിസ്റ്റ് എന്നും ബിന്നും എനിക്ക് ഏതൊക്കെ അവൈലബിൾ ആവും സെലക്ട് ചെയ്യാന്? സയൻസ് പഠിച്ചുകൊണ്ട് ഇംഗ്ലീഷ് എടുക്കുക. BA ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് എടുക്കുക. പിന്നെ 3 എന്താ പറയാ അക്കാഡമിക് ഒരു എലക്ടീവ് സബ്ജക്ട്, അതിനകത്ത് ബെസ്റ്റ് സ്കോർ ഏതാണോ വരുന്നത് അത് എടുക്കാം. ഓക്കെ, താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞു നമ്മൾ റിസൾട്ട് വന്ന ഉടനെ എല്ലാ 6 സബ്ജക്ട്സും ആഡ് ചെയ്യണം മാർക്ക്. അപ്പം ബെസ്റ്റ് 4 ഇപ്പൊ എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നവര്? അത് ഈ പറയുന്ന കട്ട് ഓഫ് ഒക്കെ വന്നതിന് ശേഷമാണ്. അപ്പൊ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യണം ബെസ്റ്റ് 4? പിന്നെ നിങ്ങൾക്ക് കോഴ്സും കോളേജൊക്കെ അപ്ലൈ ചെയ്യണമല്ലോ. ആ സമയത്ത് നമ്മൾ ബെസ്റ്റ് 4 അപ്ലൈ ചെയ്യണം. അതെ. അത് ബെസ്റ്റ് 4 അപ്ലൈ ചെയ്യാണോ അല്ല അവർ ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്യാണോ എന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് വരാനുണ്ട്. ഓക്കെ. താങ്ക് യു. ഹലോ, പറഞ്ഞോളൂ. ഞാൻ +2 സയൻസ് ആണ് പഠിച്ചത്. അപ്പം എക്കണോമിക്സ് അല്ലെങ്കിൽ സോഷ്യോളജി BA ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം വരുമ്പോഴത്തേനും ഓവറോൾ പെർസെന്റേജിൽ നിന്നാണോ 2.5 ഡിഡക്ട് ചെയ്യുന്നത്? ഇപ്പൊ സോഷ്യോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ സോഷ്യോളജി പഠിക്കാത്തത് കൊണ്ട് ഒരു 2.5 റിഡക്ഷൻ വരും. അത് ഓവറോൾ എല്ലാത്തിന്റെയും കൂടെ കൂട്ടിയിട്ട് അതിന് 2.5 കുറയും. അല്ലാതെ സബ്ജക്ട് വൈസ് അല്ലല്ലോ? അല്ല, സ്ട്രീം ചേഞ്ചിനല്ല ഇവിടെ ഡിഡക്ഷൻ വരുന്നത്. സബ്ജക്ട് പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ്. മൈനോറിറ്റി കോളേജസ് എന്ന് പറഞ്ഞത്? മൈനോറിറ്റി കോളേജുകൾ 2 കോളേജുകളാണ് ഉള്ളത്. ഒന്ന് സെന്റ് സ്റ്റീഫൻ കോളേജ്, ജീസസ് ആൻഡ് മേരീസ്, അത് വുമൻസിനാണ്. ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജാണ്. എല്ലാ മൈനോറിറ്റി കോളേജിനും അതിന് ആകെ 2 മൈനോറിറ്റി കോളേജേ ഉള്ളൂ. ഹലോ, ആകെ 2 മൈനോറിറ്റി കോളേജുകളേ ഉള്ളൂ ഡൽഹി യൂണിവേഴ്സിറ്റി. ഈ 2 മൈനോറിറ്റി കോളേജിനും വേറെ അപ്ലൈ ചെയ്യണം ജൂൺ 30-ന് ശേഷം? അതെ.
ഓക്കെ, നമുക്ക് ഇനി അവസാനിപ്പിക്കാൻ തോന്നുന്നു. വൈൻഡപ്പ് ചെയ്യാൻ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകൾ ഉണ്ട്. നമുക്ക് നമ്മുടെ അഡ്മിൻസിന്റെ നമ്പേഴ്സ് നമുക്കുണ്ട്. വാട്സപ്പ് നമ്പേഴ്സ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് എപ്പോ ആണെങ്കിലും കോൺടാക്ട് ചെയ്യാം. എന്ത് സംശയങ്ങളാണെങ്കിലും ചോദിക്കാം. കഴിയുന്ന പോലെ ഒക്കെ നമ്മുടെ അഡ്മിൻസ് റിപ്ലൈ ചെയ്യും. ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പ് ഇപ്പോൾ അണ്ടർ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും രണ്ട് ഗ്രൂപ്പായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എന്ത് സംശയം ഉണ്ടെങ്കിലും ഗ്രൂപ്പുകളിൽ ചോദിക്കാം, പേഴ്സണലി ചോദിക്കാം, എന്ത് സംശയങ്ങൾക്കും. ഓക്കെ, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന്റെ ലിങ്ക് എന്തെങ്കിലും ഒന്ന് സ്ക്രീനിൽ കാണിക്കാൻ കഴിയുന്നത് നന്നായിരുന്നു. നമുക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാം, FB, അതേപോലെ ട്വിറ്റർ, യൂട്യൂബ് ഈ 4 നമ്മൾ ആക്റ്റീവ് ആണ്. നമ്മൾക്ക് നിങ്ങളുടെ ഒരുമാതിരിപ്പെട്ട സംശയങ്ങൾ പലതും നമ്മൾ വീഡിയോസ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മൈത്രി DU എന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് PG, UG, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ SC, ST, OBC കോട്ടകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ബേസിക് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്നിവയെല്ലാം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് പേജിലും അതേപോലെ ഇൻസ്റ്റഗ്രാമിൽ മൈത്രി DU എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് എല്ലാം അതിനകത്ത് കിട്ടുന്നതായിരിക്കും. മൈത്രി DU ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എല്ലാത്തിലും അവൈലബിൾ ആണ്. അമൽ പറഞ്ഞ പോലെ വീഡിയോസ് യൂട്യൂബിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് പരിശോധിക്കാം. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നമ്പേഴ്സ് ബന്ധപ്പെടാം. മൈത്രി എപ്പോഴും ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എന്ത് മലയാളികളുമായി ബന്ധപ്പെട്ട എന്ത് സഹായങ്ങൾക്കും കൂടെയുണ്ട്. നമുക്ക് ഇനിയൊരു അഡ്മിഷൻ കഴിഞ്ഞ് അടുത്തൊരു വർഷം ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ഒരു ഭാവി ഉണ്ടാവട്ടെ എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന മൈത്രിയുടെ പ്രോഗ്രാമുകൾ നിങ്ങൾ കാണാം. നമ്മുടെ ഫ്രഷേഴ്സ് നടക്കാറുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് മീറ്റുകൾ നടക്കാറുണ്ട്. നമ്മൾ ആനുവൽ ആയിട്ടൊരു ജെസ്റ്റ് എന്നുള്ള പേരിൽ ഒരു ഫെസ്റ്റ് നടത്താറുണ്ട്. പിന്നെ ഒരു യൂത്ത് കോൺക്ലേവ് നമ്മള് പൊളിറ്റീഷ്യൻസിനെ ഉൾപ്പെടുത്തി, നാഷണൽ ലെവലിലുള്ള പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടുത്തി, ബ്യൂറോക്രാറ്റ്സിനെ ഉൾപ്പെടുത്തി, അക്കാഡമീഷ്യൻസിനെ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ ഫിലിം ആക്ടേഴ്സ്, ആക്ട്രസിനൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യാറുള്ളത്. അവരൊക്കെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരും. നമ്മൾ ക്വിസ് മീറ്റ് നമ്മൾ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല പ്രോഗ്രാമുകളും മൈത്രി നിങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ഭാവി നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയൊന്നും ആഡ് ചെയ്യാനില്ല എങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിന്റെ ട്വിറ്ററിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്താൽ മൈത്രി ഡൽഹി യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എല്ലാവരും നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എല്ലാവരും ഫോളോ ചെയ്യുക. നമ്മുടെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വെബ്സൈറ്റും അവൈലബിൾ ആണ്. www.maitridu.com നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കോണ്ടാക്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ നിങ്ങൾക്ക് സംശയങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കൊടുക്കാം, പ്രശ്നമില്ല. പിന്നെ വാട്സപ്പ് നമ്പറുകൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മൈത്രിയുടെ ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളെ എല്ലാവരെയും തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. പുതിയ അപ്ഡേറ്റ്സ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് വരുന്നത് നമ്മൾ അപ്പോൾ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. മൈത്രി കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളെല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ലീവ് ചെയ്യാവുന്നതാണ്. എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഹെൽപ്പ് ഡെസ്ക് ഗ്രൂപ്പുകളിലും പേഴ്സണലൊക്കെ ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.